ഈ ഷോ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ഞാൻ എങ്ങനെയാണ് ഷോ റീഡ് ചെയ്തുകൊണ്ടിരുന്നതെന്നും പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഞാൻ എങ്ങനെയാണ് പറയുന്നതെന്നും പ്രേക്ഷകരുമായിട്ടുള്ള എൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ കണ്ടിട്ടുള്ളവർക്ക് കാണാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾക്ക് എനിക്കുള്ള മറുപടി. അതായത് ഞാൻ പുറത്തു പോയി എന്തോ മലമറിച്ചു അല്ലെങ്കിൽ എന്തോ ഇനി പുറത്തു പോയിട്ട് തിരിച്ചു വന്ന ഞാൻ എന്താണ് സത്യത്തിൽ അവിടെ ചെയ്തത്? പ്രേക്ഷകരെ ഇഷ്ടം പിടിച്ചു പറ്റി ഞാൻ അവിടെ നിശബ്ദം അല്ലെങ്കിൽ അഖിൽ ഭയങ്കര ടോക്സിക് ആയിട്ട് പെരുമാറുന്നു, വഴക്കുണ്ടാക്കുന്നു, ബഹളം വയ്ക്കുന്നു. ഞാൻ തിരിച്ചു വന്നിട്ട് നടന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ള കോടതി ടാസ്ക്കാണ്. ആ ടാസ്കിൽ എനിക്കെതിരെ വന്ന ആരോപണം മുണ്ട് പൊക്കി എന്ന് പറഞ്ഞിട്ടുള്ള ആരോപണമായിരുന്നു. ആ ആരോപണത്തിൽ ഞാൻ കോടതി ടാസ്കിൽ പെർഫോം ചെയ്തത് ബിഗ് ബോസിലെ തന്നെ എക്കാലത്തെയും എൻ്റെ ഏറ്റവും മികച്ച ടാസ്കുകളിൽ ഒന്നായിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ടാസ്കിന്റെ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത വീക്കിൽ വരുന്നത് എന്താണ്? ശോഭയ്ക്കെതിരെ ഞാൻ സുഖിപ്പിക്കൽ ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശോഭയടക്കം വലിയ പ്രശ്നങ്ങൾ വരികയും എനിക്കെതിരെ പുറത്ത് വനിതാ കമ്മീഷൻ കേസെടുത്തു എന്ന് ബിഗ് ബോസ് എന്നെ അറിയിക്കുകയും ചെയ്യുന്ന കാര്യമാണ് തൊട്ടടുത്ത വീക്കിൽ വരുന്നത്. അതായത് ഞാൻ പുറത്തു പോയിട്ട് എല്ലാം മനസ്സിലാക്കി ഞാൻ എന്തിനാണ് പിന്നെ ഈ വിവരക്കേടുകൾ കാണിക്കാൻ പോകുന്നത്? ഞാൻ അവിടെ എവിടെയെങ്കിലും ആ നിലപാടുകളിൽ മാറ്റം വരുത്തി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഈ വിമർശകരായ ഊളകൾക്ക് ഇതിനൊക്കെ ഈ ബിഗ് ബോസ് കാണാത്തത് കൊണ്ടാണ്, അവർക്ക് ഞാൻ എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇത് പോയത്. ഇനി സിബിൻ പുറത്തുപോയ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. സിബിൻ വന്നിട്ട് കേവലം 2 ആഴ്ച മാത്രമാണ് ഹൗസിൽ നിന്നത്. ഈ 2 ആഴ്ചക്കിടയിൽ ലാലേട്ടന്റെ സംസാരത്തിൽ സിബിൻ മാനസികമായി തകർന്നു എന്നതാണ്. അത് സിബിൻ കൂടി മനസ്സിലാക്കാൻ ഞാൻ പറയുന്നൊരു കാര്യമാണ്. ഞാൻ എന്നെ പറ്റി തന്നെ പറയാം. ഞാൻ ഹൗസിനുള്ളിലേക്ക് കയറി വരുന്ന സമയത്ത് ആദ്യത്തെ വീക്കിൽ പുറത്ത് ഏറ്റവും അധികം ആളിപ്പടരുന്ന ഒരു വിഷയം എൻ്റെ വായിൽ നിന്ന് വരുന്നത് മധുവിനെതിരെ ഞാനൊരു ആക്ഷേപം നടത്തിയെന്ന രീതിയിലായിരുന്നു. അതായത് ഹൗസിനുള്ളിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ കുറവാണ് എന്നിരിക്കെ അത് മോഷ്ടിച്ച സാഗറിനോട് ഞാൻ തമാശ രൂപേണ പറയുന്നു, ഭക്ഷണം മധുവിനുണ്ടായ അവസ്ഥ നിനക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ തമാശ രൂപേണ പറയുന്നു. അതിൽ അന്നും ഇന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ ഒരു തെറ്റും അതിനകത്ത് ചെയ്തിട്ടില്ല. കാരണം അന്നത്തെ എല്ലാ പത്രമാധ്യമം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ആരെങ്കിലും ആ വിഷയത്തിൽ എന്നോട് എതിർക്കാനോ വെല്ലുവിളിക്കാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ സധൈര്യം ഞാൻ വെല്ലുവിളിക്കുകയാണ്. അന്നത്തെ എല്ലാ പത്രവാർത്തകളും ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ അന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. അന്ന് ഈ പത്രമാധ്യമങ്ങൾ ഷെയർ ചെയ്തത് പത്രവാർത്തകളൊക്കെ എടുത്തു വെച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ എഴുതിയേക്കുന്ന 2018 എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ ഒരുവനെ തല്ലിക്കൊന്നതാണ് എന്ന് പറയാൻ പോലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് ഞാൻ അന്ന് പോസ്റ്റ് എഴുതിയേക്കുന്നത്. കാര്യം എല്ലാ പത്രവാർത്തയിലും എഴുതിയേക്കുന്നത് മോഷ്ടാവ് മോഷ്ടാവിനെ ആൾക്കാർ തല്ലിക്കൊന്നു, ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ ആൾക്കാർ തല്ലിക്കൊന്നു, ആദിവാസി യുവാവിനെ ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി, ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയായിരുന്നു. അതായത് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പുറത്ത് വളച്ചൊടിച്ച ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, അന്നത്തെ എല്ലാ വാർത്താ റിപ്പോർട്ടുകളും ഇത്തരത്തിലായിരുന്നു. പക്ഷേ ഹൗസിനുള്ളിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം വലിയ രീതിയിൽ പുറത്ത് വിവാദമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ചാനലിന്റെ ഭാഗത്ത് എന്നെ ബിഗ് ബോസും വിളിച്ചിട്ട് എനിക്കെതിരെ എന്നെ വഴക്ക് പറയുന്നു. അഖിൽ എന്ന ഒരു മത്സരാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു കാരണങ്ങൾക്ക് ചാനൽ ഉത്തരവാദിത്തമില്ല, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അഖിലിനായിരിക്കുമെന്ന് പറയുന്നു. ഞാൻ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. അങ്ങനെ വന്നു കയറിയ ആദ്യ ആഴ്ചയിൽ തന്നെ ലാലേട്ടന്റെ ഭാഗത്തു നിന്ന് എനിക്കെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനം വരുന്നു. ചാനൽ പൂർണ്ണമായിട്ടും എന്നെ തള്ളി പറയുന്നു. കാരണം ഈ മത്സരാർത്ഥിയിൽ ചാനൽ മാപ്പ് ചോദിക്കുന്നു, എനിക്ക് വേണ്ടി ലാലേട്ടൻ പുറത്ത് മാപ്പ് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഞാനും പരസ്യമായിട്ട് മാപ്പ് പറയുന്നു എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആഴ്ചയിൽ സംഭവിച്ചത്. അതോടൊപ്പം തന്നെ ടാസ്കുകളിൽ ഞാൻ നടത്തിയിട്ടുള്ള വയലന്റ് ആയിട്ടുള്ള ഇടപെടൽ, ഭയങ്കരമായിട്ടുള്ള ഷൗട്ടിങ്, പ്രത്യേകിച്ചത് കോമണറായിട്ടുള്ള ഗോപികയ്ക്കെതിരെയായിരുന്നു എന്നത്, അല്ലെങ്കിൽ പിന്നീട് റെനീഷയ്ക്കെതിരെ ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ വെച്ചിട്ട് സ്ത്രീകൾക്കെതിരെ ഞാൻ നടത്തുന്ന ആ പരാമർശത്തിനെതിരെയൊക്കെ ഹൗസിൽ എനിക്കെതിരെ അതിശക്തമായ രീതിയിൽ എല്ലാ ആൾക്കാരും, ഷിജിച്ചേട്ടൻ ഒഴികെ എല്ലാ ആൾക്കാരും എന്നെ ശക്തമായി എതിർത്ത് നിൽക്കുകയാണ് ആദ്യത്തെ ആഴ്ച. രണ്ടാമത്തെ ആഴ്ചയിലെ ഈസ്റ്റർ ദിനത്തിൽ അവിടെ നടന്ന ഒരു ടാസ്കിൽ, ആ ടാസ്കിനിടയിൽ വെച്ച് ഞാൻ എപ്പോഴെങ്കിലും ഹൗസിൽ ഞാനൊരു അല്പം ഓവറായി പോയി എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു ആ ഈസ്റ്റർ ദിനത്തിൽ ലാലേട്ടൻ പറഞ്ഞപ്പോൾ വെറുതെ കളിക്കാൻ പോയൊരു ടാസ്കിൽ എന്നെ വിഷ്ണു ഉൾപ്പെടെയുള്ള ആൾക്കാർ പുറത്തു നിന്ന് പ്രൊവോക്ക് ചെയ്യുന്നു. കാരണം ഗെയിം കറക്റ്റായിട്ട് കളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മനീഷ ചേച്ചിയോട് ചൂടാവുന്ന എൻ്റെ അടുത്ത് എൻ്റെ എത്തിക്സിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ഗെയിമിൻ്റെ നിയമത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ കറക്റ്റായിട്ട് കളിക്കുന്നത് നമുക്കെതിരെ പറയുമ്പോൾ ഗെയിം അമ്മൂമ്മയുടെ തേങ്ങാക്കൊല എന്ന് പറഞ്ഞ് ഞാൻ ഷൗട്ട് ചെയ്യുന്നു. പിന്നീട് പുറത്തേ ഇരുന്ന് എല്ലാവരും കളിയാക്കിയ സമയത്ത് ഞാൻ പുറകെ ഇരുന്നിട്ട് ഞാൻ ഇവരെ മോശമാക്കി, ഞാൻ ഇവരെ എല്ലാവരുടെയും മുഖത്ത് നോക്കിയിട്ട് ഞാൻ ഇവരോട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു. അത് തെറിയാണ് ഞാൻ വിളിച്ചത്. ഞാൻ പറഞ്ഞത് ഊമ്പിയ വർത്തമാനം പറയരുത്, ഇങ്ങനെ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞത് അവരുടെ മുഖത്ത് നോക്കി. അതായത് ഒരു വ്യക്തികളെ തെറി വിളിച്ചതല്ല, വർത്തമാനം ഇന്ന രീതിയിലാകരുത് എന്ന് ഞാൻ തിരിച്ച് സംസാരിക്കുന്നു. ലാലേട്ടൻ വരുന്നു, സാഗറിന്റെ ക്യാപ്റ്റൻസി ബാഡ്ജ് കൊടുക്കുന്ന സമയത്ത് ഇവരെല്ലാവരും എന്നെ കടന്നാക്രമിക്കുന്നു. ഞാൻ പരസ്യമായി ആദ്യം മാപ്പ് പറയുന്നു, അതിനുശേഷം സാഗറിനോട് വ്യക്തിപരമായി മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും എനിക്കെതിരെ തിരിയുന്നു. ലാലേട്ടൻ എനിക്കെതിരെ തിരിയുന്നു. ലാലേട്ടൻ എന്നോട് പറയുന്നു നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും. അതിനുശേഷവും ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, ഞാൻ മാപ്പ് പറയില്ല എന്ന് പറയുന്നു.
ആ ദിവസം ലാലേട്ടൻ ലൈൻ കട്ട് ചെയ്ത് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്ന ചിന്ത എന്താണെന്നറിയാവോ? ഒന്ന്, നിരന്തരം പ്രശ്നങ്ങൾ വന്ന അന്ന് മുതൽ ഒരാൾ ഹൗസിൽ ഷിജിച്ചേട്ടൻ ആ സമയത്ത് ഭയങ്കര വലിയ മാനസിക സപ്പോർട്ടൊന്നുമില്ല. അദ്ദേഹം എന്നെ എതിർക്കാറില്ല. കാര്യം ഞാനും അദ്ദേഹം തമ്മിൽ ഒരു അടുപ്പമായി വരുന്ന സമയമേ ഉള്ളൂ. ചില ഊളകൾ പുറത്ത് ഞങ്ങൾ കണ്ടിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ കണ്ടിട്ട് എവിടെ കണ്ടിട്ടുണ്ട്, തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കണം എന്ന് 1000 പ്രാവശ്യം പറഞ്ഞ കാര്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹമായിട്ടൊരു അടുപ്പത്തിന് അപ്പുറത്തേക്ക് അദ്ദേഹം എന്നെ എതിർക്കുന്നില്ല എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഈ 2 ആഴ്ച എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര കടുത്ത 2 ആഴ്ചകളായിരുന്നു ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നൊക്കെ. ഇപ്പോൾ സിവിൻ ഇത് പറയുന്നത് കേട്ടു, ലാലേട്ടൻ നിരന്തരം ഇതിപ്പം ഈ മിഡിൽ ഫിംഗർ കാണിച്ചു തന്ന ശോഭ എനിക്കെതിരെ കാണിച്ചിട്ടുള്ള സാധനമാണ് കഴിഞ്ഞ സീസണിൽ. അപ്പോൾ അതൊന്നും സിബിനെ ഇത്രയും അതിന് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അതൊന്നും വലിയ അത് എന്തോ എടുത്തു വെച്ച് അറ്റാക്ക് ചെയ്തു. അത് ഒരു ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ കാണിച്ചതിനകത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ പോടാ പുല്ലേ എന്ന ആറ്റിറ്റ്യൂഡായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. എടാ, ലോകം മുഴുവൻ നിന്നെ എതിർത്താലും നീ ചെയ്യുന്നത് ശരിയാണെങ്കിൽ നീ ഉറച്ചു നിൽക്ക്. നിന്നെ ലോകം തിരിച്ചറിയും, അല്ലെങ്കിൽ ദൈവം തിരിച്ചറിയും. ഞാൻ അത് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ അന്നും ഇന്നും എന്നും എൻ്റെ അഭിപ്രായങ്ങളിൽ ഞാൻ ഉറച്ചു നിന്ന് സംസാരിക്കുന്നത് ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ടാണ്. ചെയ്യുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്നുണ്ടെങ്കിലും ഇത് തന്നെയാടാ ശരി, നീയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുമെന്ന് പറയാനുള്ള ആത്മധൈര്യവും ആത്മവിശ്വാസവും എക്കാലത്തുമുള്ള ഒരാളാണ് ഞാൻ. അതേസമയം ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് ഞാൻ തെറ്റിനെയാണ് ഞാൻ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നതുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു കൊച്ചുകുട്ടിയാണെന്നുണ്ടെങ്കിലും യാതൊരു ധൈര്യവുമില്ലാത്ത ഒരാളാണ് ഞാൻ. ശരികൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഉറച്ച ആത്മവിശ്വാസവും ഉറച്ച ആത്മധൈര്യവും ഉള്ളതുപോലെ തന്നെ തെറ്റിന് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് വെറും ഭീരുവായ ഒരു മനുഷ്യൻ കൂടിയാണ് ഈ വ്യക്തിപരമായി ഞാനെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയാൻ വന്നത് പോലും. ഈ വിഷയത്തിൽ തുടക്കത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ വന്ന സമയത്ത് നമ്മൾ ഇതിനെ അതിജീവിച്ച് നിന്നത് തൊട്ട് പിന്നീട് ഇങ്ങോട്ട് ഏറെക്കുറെ 10-70 ദിവസം വരെയും ഇവരെല്ലാവരും ചേർന്ന് കടന്നാക്രമിച്ചിട്ടുള്ള ലാലേട്ടൻ എല്ലാ വീക്കിലും വന്ന് തെറി പറഞ്ഞിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാനെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവർ പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞതായിരിക്കാം നിങ്ങളുടെ ഇഷ്ടം എനിക്ക് കിട്ടാനുണ്ടായ കാരണം. ഞാൻ ജസ്റ്റ് സിബിനെ പുറത്താക്കിയതാണെന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് കാണിച്ച വളരെ മോശം ആക്ടിവിറ്റി എന്ന് എനിക്ക് പറയാൻ പറ്റൂ. അദ്ദേഹത്തിന് നിൽക്കാൻ താല്പര്യമുണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ സിബിൻ, ഞാൻ അധികം ഈ സീസൺ കണ്ടിട്ടില്ല. അധികം എന്നല്ല, ഞാൻ ഈ സീസൺ എപ്പിസോഡ് വൈസ് ഞാൻ ഒന്നും കണ്ടിട്ടില്ല. കാര്യം എനിക്ക് കാണാൻ തോന്നിയിട്ടില്ല. അത്രയേറെ മോശം സീസണായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതൊരു പരമമായ യാഥാർത്ഥ്യമാണ്. എന്നെ ഒരു മുൻ മത്സരാർത്ഥി, മുൻ വിജയ്, ബിഗ് ബോസിലെ തന്നെ ഒരു മുൻ വിജയ് എന്നോട് വിളിച്ച് പറഞ്ഞതുപോലും അദ്ദേഹത്തിന്റെ ട്രോഫി എടുത്ത് തല്ലിപ്പൊട്ടിച്ച് കളയണമെന്ന് അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ പറഞ്ഞു എന്ന് പറയുമ്പോൾ, ബിഗ് ബോസ് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞു, കളി ആ ട്രോഫി എടുത്ത് കടലിൽ കൊണ്ട് കളഞ്ഞു, അമ്മാതിരി പുഴുത്തു നാറിക്കൊണ്ടിരിക്കുകയാണ്, ഇത് നിനക്ക് കൂടി നാണക്കേടാണ്, ഒരു മനുഷ്യനെടുത്ത് പോലും ബിഗ് ബോസിനെ കുറിച്ച് അല്ലെങ്കിൽ സംസാരിക്കേണ്ട, ബിഗ് ബോസിന്റെ കാര്യം പറയാൻ നിൽക്കണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം അത്രയേറെ മോശം രീതിയിൽ, കാര്യം TRPക്ക് വേണ്ടി നാണം കെട്ടും പണം നേടുകിൽ നാണക്കേടാ പണം മാറ്റിടും എന്നൊരു ചൊല്ലുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഈ ചാനൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്ക് കാശ് കിട്ടാൻ വേണ്ടി എന്ത് നാറിയ പരിപാടി. ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് ബിഗ് ബോസ് കാണാതെ ബിഗ് ബോസിന്റെ ചില മത്സരാർത്ഥികൾ കാണിക്കുന്ന കോമാളിത്തരങ്ങളും കോപ്രായങ്ങളും കണ്ടിട്ട് എൻ്റെ അടുത്തൊരു ഇന്റർവ്യൂവിന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജനശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് മാനവ മര്യാദയ്ക്കും വസ്ത്രം ധരിച്ച് ലുലുമാളി പോയി നിന്ന് കഴിഞ്ഞാൽ ആരും നമ്മളെ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അതേസമയം ജനശ്രദ്ധ കിട്ടാൻ ഏറ്റവും നല്ല മാർഗം എല്ലാവരും തുണിയെടുത്ത് നിൽക്കുമ്പോൾ തുണി അഴിച്ച് മുണ്ടുപൊക്കി കാണിച്ചാൽ മതി എന്ന് പറഞ്ഞ എന്ന ആക്ഷേപ രൂപയാണ് അത് പറഞ്ഞത്. മനസ്സിലാക്കാൻ പോലും ബോധമില്ലാത്ത ആൾക്കാർ ഞാൻ ലുലുമാളി പോയി മുണ്ടുപൊക്കി ഇതല്ല പറഞ്ഞത്. എടാ, ആദ്യം ഒരു വിഷയം എവിടെ ഏത് സാഹചര്യത്തിൽ, ഞാൻ 1.5 മണിക്കൂർ കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറയുന്നത്, അന്ന് ആ സമയത്ത് കേരളത്തിൽ സിനിമകളെ ആക്ഷേപിക്കുന്ന യൂട്യൂബ് വ്ളോഗർമാർക്കെതിരെ, അത്തരം ചില ഊള കോമാളികൾക്കെതിരെ, അതായത് സിനിമയെ വിമർശിക്കരുതെന്ന് ഒരിക്കലും ഒരു കാലത്തും പറയാത്ത ഒരാളാണ് ഞാൻ. അടിച്ചാക്ഷേപിച്ച് നിങ്ങൾ വിമർശിച്ചോളൂ, സിനിമയായിരിക്കണം, വ്യക്തികളെ ആവരുത്. കലാകാരന്മാരെ നിങ്ങൾ അടിച്ചാക്ഷേപിക്കാൻ പാടില്ല. നിങ്ങൾ ആ സിനിമയെ വളരെ മോശമാക്കി നിങ്ങൾ പറഞ്ഞോളൂ, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അന്ന് സിനിമയും സിനിമാ പ്രവർത്തകരെയും ആക്ഷേപിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും എന്ത് കോമാളിത്തരങ്ങൾ കാണിച്ചും ജനശ്രദ്ധ കിട്ടാൻ പിടിച്ചുപറ്റുന്ന വേറെ കുറേ ചെറുപ്പക്കാരും പിള്ളേരും, ഇത് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് ഈ വാക്കിനോട് പോലും യോജിപ്പില്ല. ഈ കോമാളിത്തരത്തെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ വരും തലമുറയെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നിങ്ങളുടെ കോമാളിത്തരങ്ങളാണോ തലമുറയെ സ്വാധീനിക്കേണ്ടത്? അപ്പോൾ ഇത്തരക്കാർക്കെതിരെ എല്ലാം സംസാരിച്ച സമയത്ത് ബിഗ് ബോസിലെ ചില മുൻ മത്സരാർത്ഥികൾ പുറത്ത് കാണിച്ചേക്കുന്ന ചില വിവരക്കേടുകൾ എല്ലാം കൂടെ ചേർന്ന് വന്നപ്പോഴാണ് എൻ്റെ ധാരണ എന്താണ്, ഇത് കാണിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ്. പക്ഷെ അത് അടിവരയിട്ട് തെളിയിക്കുകയാണ്. ഇത് മാത്രം കാണിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് ഈ സീസൺ 6 കൂടി അടിവരയിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സീസൺ കഴിയുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രാർത്ഥന, ദൈവമേ, ഒരുപാട് ആൾക്കാർ, അതായത് മാനസിക തലത്തിലും ബോധതലത്തിലും ഉയർന്നു നിൽക്കുന്ന വലിയൊരു വിഭാഗം ജനത ബിഗ് ബോസ് എന്ന സീസണെ ഒരുപാട് ക്വാളിറ്റിയോടുകൂടി കണ്ട സമയത്ത് അത് മൊത്തം നശിപ്പിച്ച് നാറാണക്കല്ലടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സീസൺ ആരംഭിച്ചിരിക്കുന്നു. അതിന് പരമാവധി പ്രോത്സാഹനം അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരുവിധം ആൾക്കാർക്ക് എല്ലാ കാലവും തൊഴുമ്പ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, നാറുത്തരങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് നല്ലത് കേൾക്കാനൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ 2 പേർ തമ്മിൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുമോ? നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കത്തില്ല. അയ്യോ, അവർ അപ്പുറത്തെ കുടുംബത്ത് ഭയങ്കര സ്നേഹമാട്ടോ, നമുക്കൊന്ന് കണ്ടാലും ഒരിക്കലും കാണാൻ പോകത്തില്ല. അതേസമയം അവർ കിടന്ന് വഴക്കിട്ടോട്ടെ, അവിടെ എന്ത് തൊഴുമ്പം നടന്നോട്ടെ, എല്ലാ കണ്ണുകളും ആ വീട്ടിലേക്കായിരിക്കും. അതാണ് ബിഗ് ബോസിൽ ഇപ്പം നടക്കുന്നത്. അതുകൊണ്ട് റേറ്റിംഗ് കൂടും.
അതുകൊണ്ട് ആ റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടുള്ള റേറ്റിംഗ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. ഇതല്ല ചെയ്യേണ്ടത്. ബിഗ് ബോസ് യഥാർത്ഥത്തിൽ വലിയൊരു വിഭാഗം ജനതയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന, അതായത് സമൂഹത്തിൽ എവിടെ വിജയിക്കാൻ കഴിയും, ഏത് രീതിയിൽ പെരുമാറിയ വിജയിക്കാൻ കഴിയും, എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് മറ്റൊരാളോട് ഇഷ്ടമുണ്ടാവുന്നത്, അയാളുടെ ഏത് പ്രവൃത്തിയാണ് സമൂഹത്തിൽ ശരിയായി മാറിയത്, അയാളുടെ ഏത് പ്രവൃത്തിയാണ് സമൂഹത്തിൽ തെറ്റായി കണ്ടത്, സമൂഹത്തിന്റെ പൊതു ശരിക്കൊപ്പം നീങ്ങി ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞാൽ എന്ത് സ്വീകരിക്കാം, എങ്ങനെ പെരുമാറാം, എങ്ങനെ മുന്നോട്ട് പോകാം, എങ്ങനെ പ്രതിസന്ധികളെ അതിജീവിക്കാം, ഇതൊക്കെ മനസ്സിലാക്കി ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്ന ഒരു ഷോയെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കാം, ഒറ്റപ്പെട്ടു പോകുമ്പോൾ ആര് നിങ്ങൾക്കൊപ്പം വരും, ഒറ്റപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് ആരുമില്ലെങ്കിലും ദൈവമുണ്ടാകും എന്നുള്ള ഒരു തിരിച്ചറിവ്, അതിന്റെ ആത്മവിശ്വാസം, അതിന്റെ ആത്മധൈര്യത്തിൽ ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയാവുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ട ഒരു ഷോ, അതേസമയം തന്നെ പ്രേക്ഷകരെ ആസ്വദിപ്പിക്കുക, സന്തോഷിപ്പിക്കുക, ചിന്തിപ്പിക്കുക, ചിരിപ്പിക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം കൊടുക്കാൻ കഴിയാവുന്ന ഒരു ഷോ വളരെ മോശം രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ എല്ലാ ദേഷ്യവും സത്യം പറഞ്ഞാൽ വ്യക്തിപരമായി എനിക്കുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിന് കാരണക്കാർ ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചില വ്യക്തികളാണ് എന്നുള്ളത് വളരെ കൃത്യമായി എനിക്കറിയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ സീസണിൽ ഞാൻ 1% ജയിക്കാൻ ആഗ്രഹിച്ചവരായിരുന്നില്ല ഇവരാരും തന്നെ. ഇവരൊന്നും എൻ്റെ വിജയത്തിന്റെ അന്ന് നടന്ന പാക്കപ്പ് പാർട്ടിയിൽ പങ്കെടുത്തവരല്ല. ഏഷ്യാനെറ്റിലെ ചില തലപ്പത്തിരിക്കുന്ന ചിലർ അവർ അവരുടെ താല്പര്യം സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവർ പറയുന്ന വ്യക്തികളെ, അവരാഗ്രഹിച്ച വ്യക്തികളെ ജയിപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയും എൻ്റെ മോൾ ഷൈൻ എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടെ ഷോ നശിക്കരുത് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് എനിക്ക് അനുകൂലമെന്ന് പറഞ്ഞാൽ അവർ എനിക്ക് അനുകൂലമായിട്ട് നിന്നു എന്നുള്ളതല്ല, അവരുടെ താല്പര്യങ്ങൾക്ക് കൂട്ടുപിടിച്ചു കൊടുത്തില്ല. ഏഷ്യാനെറ്റിലെ ഈ തലപ്പത്തിരിക്കുന്ന ചിലരുടെ താല്പര്യങ്ങൾക്ക് കൂട്ടുപിടിച്ചു കൊടുത്തില്ല. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ അങ്ങനെ പറയുമ്പോൾ എൻ്റെ ഹൗസിലുണ്ടായിരുന്ന മറ്റു മത്സരാർത്ഥികളെ മോശക്കാരാക്കി സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് ആരാർക്ക് വേണ്ടി നിന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാനിത് പറയുമ്പോൾ ഇത് എവിടെങ്കിലും ഇരുന്ന് കേൾക്കുന്ന അവർക്ക് വളരെ കൃത്യമായിട്ടറിയാം. ഇനി കൂടുതൽ ഇവരാരെങ്കിലും എവിടെങ്കിലും ഇരുന്ന് ചൊറിഞ്ഞാൽ തെളിവ് സഹിതം ഇവരുടെയൊക്കെ മെസ്സേജുകളും ഇവരുടെയൊക്കെ റെക്കോർഡിങ്ങുകളും സഹിതം പുറത്ത് വിടാൻ വളരെ കൃത്യമായിട്ട് പറ്റും. അതുകൊണ്ട് ഇത്തവണ ഇപ്പം നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഏഷ്യാനെറ്റ് പ്ലസ്സിൽ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് കഴിഞ്ഞ സീസണിൻ്റെ വീഡിയോസുകൾ ധാരാളം ഇവരെടുത്ത് പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അതിനെല്ലാം നല്ല റീച്ചും ഉണ്ട്. നോർമലി ഏഷ്യാനെറ്റ് പ്ലസ്സിലിടുന്ന കണ്ടന്റൊന്നും വലിയ റീച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോഴാണ് ബിഗ് ബോസ് കഴിഞ്ഞ സീസൺ 5 കുറേ വീഡിയോസ് എടുത്തിടുകയും അതിനൊക്കെ ഒരു വീഡിയോക്കൊക്കെ 1.7 മില്യൺ റീച്ചും മറ്റും വന്നു. 1 മില്യൺ റീച്ചുള്ള മറ്റൊരു വീഡിയോ ഞാനും ഷെയർ ചെയ്തപ്പോൾ ഞാൻ ഇപ്രകാരം തലക്കെട്ട് എഴുതി, എന്തുകൊണ്ടായിരിക്കാം സീസൺ 5 വീഡിയോസ് ഇവർക്ക് ഷെയർ ചെയ്യേണ്ടി വന്നത് എന്ന് ഞാൻ എഴുതി. അപ്പം നമ്മുടെ ബിഗ് ബോസിൽ തന്നെയുള്ള മറ്റൊരു മത്സരാർത്ഥിയും ഏഷ്യാനെറ്റിലെ ഈ കേരളത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളും തമ്മിലൊരു അടുപ്പമുണ്ട്. ഇവർ തമ്മിൽ നടന്ന ഒരു രഹസ്യ സംഭാഷണം, കാരണം വർക്കല്ല, ഇതൊക്കെ മാനസികമായിട്ട് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാര്യം അടി വരുന്ന കമന്റ് എന്ന് പറയുന്നത് അഖിൽമാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റ് ആണല്ലോ. അപ്പം ഉള്ളിൽ ചൊറിച്ചിലുള്ള ഈ ടീം അത് വിളിച്ച് സംസാരിക്കുകയും ഏഷ്യാനെറ്റ് പ്ലസിൽ കിടന്ന ആ 20 വീഡിയോസും അവർ റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. കാര്യം എന്താ, സീസൺ 6 അണിയറ പ്രവർത്തകർക്ക് നാണക്കേടുണ്ടാവുന്നു എന്ന കാരണം. കാര്യം സീസൺ 6 ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സീസൺ 5 ഓടാൻ പാടുണ്ടോ? പാടില്ല. അതായത് മിഥുനം, വന്ദനം, അല്ലെങ്കിൽ അക്കരെ മറ്റേ എന്താ പറയുക ഗാന്ധിനഗർ, സെക്കൻഡ് സീറ്റ് തുടങ്ങിയ അതിമനോഹരമായ സിനിമകൾ തിയേറ്ററിൽ പരാജയപ്പെട്ട പടങ്ങളാണ് നിങ്ങൾക്കറിയാം. പക്ഷേ നമുക്ക് ഇന്ന് കാണാൻ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളാണ്. അപ്പോൾ വെട്ടം പോലുള്ള പടം, വെട്ടമൊക്കെ തിയേറ്റർ വലിയ പരാജയമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ വെട്ടത്തിൻ്റെ സീക്വൻസുകൾ നമ്മൾ ആസ്വദിച്ച് കാണും. അതുപോലെ കഴിഞ്ഞ സീസണുകളിൽ നിങ്ങൾ ഒരുപക്ഷെ ബിഗ് ബോസിൻ്റെ കോണ്ടന്റ് എന്ന് പ്രതീക്ഷിച്ച ലെവൽ ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാകാത്തത് കൊണ്ടായിരിക്കാം മേ ബി അത് റേറ്റിംഗിൽ താരതമ്യേന കുറവായിരിക്കാം, മറ്റു കാര്യങ്ങളായിരിക്കും. പക്ഷേ ഞാൻ അടിവരയിട്ട് പറയുന്നു, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സീസണായിട്ട് ബിഗ് ബോസ് സീസൺ 5 നിങ്ങൾക്കിടയിൽ ഉണ്ടാവും. ഇന്നും നിങ്ങൾക്ക് പോയിട്ട് സീസൺ 5 ഓരോ എപ്പിസോഡുകളും ഇരുന്ന് ആസ്വദിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ അത് എല്ലാ മത്സരാർത്ഥികളുടെയും ഒരു ക്വാളിറ്റി കൊണ്ട് തന്നെ ആയിരുന്നു. നിങ്ങൾക്ക് ഇപ്പോഴും പോയിരുന്ന ധൈര്യമായിട്ട് ആസ്വദിച്ച് സീസൺ 5 കാണാൻ കഴിയും. അത് അടുത്ത വർഷവും കാണാൻ കഴിയും. അത് അത്രയും മനോഹരമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. സീസൺ 6 50 ദിവസം ഏകദേശം പൂർത്തിയാവുന്നു. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ചേട്ടാ ഇത് റിപ്പീറ്റ് ചേട്ടനൊന്ന് കണ്ടു നോക്കൂ, ഇത് കണ്ടില്ലെങ്കിൽ ചേട്ടനൊന്ന് കണ്ടു നോക്കൂ, ഇത് ഭയങ്കര രസമുള്ള എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു നല്ല നിമിഷങ്ങളാണ്, അല്ലെങ്കിൽ ഈ നിമിഷം അപ്പോൾ ഇത് ജിൻഡോയുടെ നല്ല നിമിഷമാണ്, അല്ലെങ്കിൽ സിബിൻ്റെ നല്ല നിമിഷമാണ്, അർജുൻ്റെ നല്ല നിമിഷമാണ്, അല്ലെങ്കിൽ സീസൺ 6 തന്നെ മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് ഇതൊന്ന് ചേട്ടൻ കണ്ടിട്ട് അഭിപ്രായം പറ എന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്ക് ഒരെണ്ണം ഇൻസ്റ്റഗ്രാമിൽ അയച്ചതാ, ഞാൻ കാണാം. നിങ്ങൾ അങ്ങനെ അയക്കാൻ നിങ്ങൾ കൊണ്ടോ 50 ദിവസമായിട്ടും ഏതെങ്കിലും ഒരു നല്ല നിമിഷങ്ങൾ വീണ്ടും കാണാൻ കൊള്ളാമെന്ന് തോന്നുന്ന നല്ല നിമിഷങ്ങൾ എത്രത്തോളം സമ്മാനിക്കാൻ 50 ദിവസമായിട്ടും ഈ സീസൺ 6 കഴിഞ്ഞു. പക്ഷെ ഞാൻ ആവർത്തിച്ചും വെല്ലുവിളിച്ചും പറയുന്നു, ബിഗ് ബോസ് സീസൺ 5 ഒട്ടുമിക്ക എല്ലാ നിമിഷങ്ങളും
നിങ്ങൾക്ക് വീണ്ടും കാണാം, ആസ്വദിക്കാം. അതിന് ആ റിപ്പീറ്റ് വാല്യൂ സമ്മാനിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് വിജയം. വ്യക്തിപരമായിട്ട് ബാക്കിയെല്ലാം മാറ്റിവെക്കാം. ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ കുറച്ച് ഉത്തരവും പറയാം കേട്ടോ. ഇനി മറ്റൊരു കാര്യം കൂടെ. അതുപോലെ ഇപ്പോൾ രതീഷ് എന്ന മത്സരാർത്ഥി ആദ്യത്തെ ഒരാഴ്ചയിൽ വന്നിട്ട് അദ്ദേഹം പുറത്തായിപ്പോയി. അദ്ദേഹത്തെ വീണ്ടും തിരിച്ചു കയറ്റുന്നു. 100% വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഷോ നിയന്ത്രിക്കപ്പെടുന്നത്. അക്കാര്യത്തിലൊന്നും നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. കാര്യം കഴിഞ്ഞ സീസണിൽ ഫിനാലേക്ക് എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് റോബോട്ടിക് ആയിട്ടുള്ള വോട്ടുകൾ മറ്റൊരു മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് അടിച്ചു കയറ്റിയിട്ടുണ്ട്. ആ റോബോട്ടിക് വോട്ടുകളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും അത് പിടിക്കുകയും ആ മത്സരാർത്ഥി പിന്നീട് പുറത്താവുകയും ചെയ്തു. അതായത് 2ാം സ്ഥാനം പോലും വരാതെ പുറത്താവുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ഉടായ്പകളൊക്കെ പിടിക്കാൻ സെപ്പറേറ്റ് ടീമുകളുണ്ട്. ഇത് കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഷോയാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ, ഇവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ പറയാം. ഒരു എവിക്ഷൻ പ്രോസസ്സ് മാറ്റിവെക്കാൻ പറ്റും. അതായത് ഇവർക്ക് വേണ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി ആണ് ഈ വീക്കിൽ പുറത്താകേണ്ടതെങ്കിൽ ആ വീക്കിൽ എവിക്ഷൻ പ്രോസസ്സ് ഇവർക്ക് മാറ്റിവെക്കാം. ഇനി രണ്ട് മത്സരാർത്ഥികൾ, അതായത് ഈ 2 പേരും എവിക്ഷനിൽ അവസാനമുണ്ടെന്നും അതുകൊണ്ട് ഈ 2 പേരെയും പുറത്താക്കിയേക്കാം, അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഡബിൾ എവിക്ഷൻ അവർക്ക് നടത്താം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് ഈ വോട്ടിങ് ഒരു കള്ളത്തരവും കാണിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ വരെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നൊരു സാധ്യതയാണ്. വോട്ടിങ്ങിലൊന്നും ചെയ്യാൻ പറ്റില്ല, വോട്ടിങ് തന്നെയാണ്. 2, ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഏതാണ്, എവിക്ഷൻ പ്രോസസ്സിലൂടെ ഒരാളെ ഇവർക്ക് സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു എവിക്ഷൻ വേണ്ട എന്ന് വെക്കാൻ പറ്റും, വേണമെങ്കിൽ 2 പേരെ പുറത്താക്കാൻ പറ്റും. കഴിഞ്ഞ സീസണിൽ ദേവുവിനെ മനീഷ ചേച്ചിയും ഇവർ ഒരു ഡബിൾ എവിക്ഷനിലൂടെ പുറത്താക്കുമ്പോൾ ഇവർക്ക് വേണമെങ്കിൽ മനീഷ ചേച്ചി സേവ് ചെയ്യാം. പക്ഷേ ഇവരെന്താ സേവ് ചെയ്യാഞ്ഞെന്ന് ചോദിച്ചാൽ മാണിക്കക്കല്ല് ടാസ്കിലൂടെ അവർ വിൻ ചെയ്തതുകൊണ്ട് അവർക്ക് 3 ആഴ്ചത്തെ എവിക്ഷൻ ഫ്രീ പ്രോസസ്സിൽ അവർ നിൽക്കുന്നതുകൊണ്ട് അത്രയും ദിവസം മനീഷ ചേച്ചി വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് അവരെത്തുന്നു. തൊട്ടടുത്ത ദിവസം അനു ജോസഫ് കയറാനിരിക്കുകയാണ്. അതുകൊണ്ട് മനീഷ ചേച്ചിയും കൂടെ എടുത്ത് കളഞ്ഞേക്കാം. അങ്ങനെയാണ് അവരെ എടുത്ത് കളയുന്നത്. അപ്പോൾ ഒരു വീക്കിലെത്തുമ്പം അവർക്ക് വേണമെങ്കിൽ വിഷ്ണുവിനെ അവർക്ക് എവിക്ഷൻ നിന്ന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒഴിവാക്കാം. പക്ഷേ വിഷ്ണു വന്നതല്ലേ, വിഷ്ണുവിനെ എത്രയും പെട്ടെന്ന് അടിച്ച് പുറത്താക്കിയേക്കാം, ഇതൊരു ബെസ്റ്റ് അവസരമാണ്. അങ്ങനെയൊക്കെ ചെയ്ത് ഇവർക്ക് ഒഴിവാക്കാതിരിക്കുകയും ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാം, അല്ലാണ്ട് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. മറ്റെന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു കമൻറ്റ് ജസ്റ്റ് ഇങ്ങനെ വന്ന് കണ്ടാണ്, മറ്റേ കമ്മികൾ ഇവിടെ കിടന്ന് മെരുകുന്നുണ്ടെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സൈബർ അന്തം കമ്മികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അടിസ്ഥാനപരമായിട്ട് ഞാൻ രാഷ്ട്രീയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. നിൻ്റെയൊക്കെ ഈ വിവരക്കേടും നിൻ്റെയൊക്കെ ഈ തൊലിഞ്ഞ കമൻറ്റും കാണുന്ന സമയത്ത് എനിക്ക് ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്കെതിരെ പറയാൻ 100,000 പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കുക. അത്രയേറെ തൊഴുമ്പിച്ച നശിച്ച ഒരു രാഷ്ട്രീയ ആശയമാണ് നിങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ലോകം മുഴുവൻ എടുത്തെറിഞ്ഞ ഒരു രാഷ്ട്രീയ ആശയമാണ് കമ്മ്യൂണിസം. ലോകത്ത് ഇപ്പം നിങ്ങൾ പറയുന്നത് കേട്ടു, ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളെന്ന് പറയുന്നത് കേട്ടു. അപ്പം ഇന്ന് ഇന്ത്യയിൽ ബംഗാളില്ലേ? കാര്യം ബംഗാളിൽ ലെഫ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ ത്രിപുര ഇല്ലേ? ഇന്ത്യയിൽ അപ്പോൾ ഒരു സംസ്ഥാനം ഇല്ലേ? അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് കേരളമാണോ? ഞാൻ എൻ്റെ സിനിമയിൽ എഴുതിയിട്ടുണ്ട്, ഇത് അങ്ങ് ഇന്ത്യയിലേ നടക്കൂ, ഇത് കേരളമാണ്, ഇവിടെ അങ്ങ് നടക്കാൻ പോകുന്നില്ലെന്ന്. ആദ്യം അല്പം തലച്ചോറ് ഉപയോഗിക്കണം. ഇത് ഞാൻ നിന്നെ ഒരു കോപ്പും ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 100,000 കാര്യങ്ങൾ പറയേണ്ടി വരും. പോയിട്ട് ഇ.പി. ജയരാജനും BJP കൂടെ തമ്മിൽ നടത്തിയ ചർച്ച നടക്കുക. പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ലാവ്ലിൻ കേസിൽ BJP-ക്കാർ രക്ഷിക്കാത്തതെന്ന് പോയിട്ട് പഠിക്കാൻ നോക്ക്. കഴിഞ്ഞ 10-35 ജഡ്ജിമാർ എന്തുകൊണ്ട് മാറുന്നതെന്ന് പോയി നിന്ന് മനസ്സിലാക്കുക. കമ്മ്യൂണിസം എന്ന് പറയുന്ന രാഷ്ട്രീയ ആശയത്തെ ഇത്രയേറെ നശിപ്പിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ലോകത്തുണ്ടോ എന്ന് പഠിക്കുക. ലോകത്തൊക്കെ എങ്ങനെയാണ് കമ്മ്യൂണിസം ഇല്ലായതെന്ന് പഠിക്കുക. ഈ റഷ്യയിൽ എങ്ങനെയാണ് ഇല്ലാതായതെന്ന് പഠിക്കുക. ഇത് നിന്നെയൊക്കെ കണക്കുള്ള അന്തം കമ്മികൾ സത്യം പറഞ്ഞാൽ ഒന്ന് കമന്റിട്ടാൽ ഈ പാർട്ടി കൂടുതൽ നശിക്കും. ബോധവും വിവരവുമുള്ള ഒരുപാട് മനുഷ്യർ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, ഈ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സ്വയം വിമർശനം ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ മുന്നോട്ട് പോക്കിനുള്ള ഒരു പ്രയോജനപ്പെട്ട ഘടകമായിരുന്നു. ഇന്ന് സ്വയം വിമർശനമുണ്ടോ? ഇത് മറ്റാരെങ്കിലും വിമർശിച്ചാൽ വിവരക്കേടും കൊണ്ടുണ്ടാക്കുക. അതുകൊണ്ട് അന്തം കമ്മികൾ മെഴുകി ഇവനൊക്കെ ഈ ലോകത്തൊന്നും ഇല്ലാതാകും എന്നുള്ളത് എനിക്കൊന്നും പറയാനില്ല. എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. കാരണം വിമർശിക്കാൻ പോലും യോഗ്യതയില്ലാത്തതായി നിങ്ങൾ മാറിക്കഴിഞ്ഞു. അത്രയും വിവരക്കേടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ വെറുതെ വിട്ടു. നിങ്ങളോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. കാര്യം നമ്മൾ ഒരാളെ എതിർക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടാവണം. എതിർക്കാൻ പോലും ക്വാളിറ്റി ഇല്ലാത്തവന്മാരെ നമ്മൾ എതിർത്തിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് ഇപ്പോൾ പറഞ്ഞ ജയരാജനെ പോയി ന്യായീകരിക്കുക. അപ്പുറത്തൂടെ പോയ പ്രകാശ് ജാവദേക്കറെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ചായ കുടിച്ചിട്ട് പോയി. പിന്നെ തിരുവനന്തപുരത്ത് ഇ.പി. ജയരാജൻ തട്ടുകട നടത്തുമല്ലയോ? പോയ മറ്റേ ജാവദേക്കർ വന്ന് ഇയാളുടെ വീട്ടിൽ കയറി ഫ്ലാറ്റിൽ കയറി ചായ കുടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് അല്ല, BJP-യും CPM-ഉം തമ്മിലാണ് ബന്ധം. കാരണം BJP-യുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് കോൺഗ്രസിനെ ഈ രാജ്യത്തുടനീളം തകർക്കുക എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്ക് തകർക്കാൻ വേണ്ടി പ്രത്യേകിച്ച് കാര്യമുണ്ട്. അവർ സ്വയം നശിച്ച് തകർന്നില്ലാതായിക്കോളും. അവർക്കൊന്നും ചെയ്യേണ്ട കാര്യം, അവരങ്ങ് തകർന്നോളും. CPM ഒന്നും ചെയ്യേണ്ട. അപ്പോൾ അതുകൊണ്ട് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഈ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയം കോപ്പമൊന്നുമില്ലാത്ത എന്നെ വിടും. ഞാൻ ഈ കഴിഞ്ഞ 1.5 മാസം തെരഞ്ഞെടുപ്പ് കിടക്കുന്നു. ഏതെങ്കിലും വേദിയിൽ എന്നെ നിങ്ങൾ കണ്ടോ? എന്നെ വിളിക്കാത്തതുകൊണ്ടാണെന്നോ നിങ്ങളുടെ വിചാരം? പൈസ തന്നിട്ട് എന്നെ വിളിച്ച എത്ര നേതാക്കന്മാരുണ്ട്?
വലിയ സാമ്പത്തിക ഓഫർ തന്ന് BJP-യുടെ ഭാഗത്തു നിന്ന് എനിക്ക് കോൾ വന്നിട്ടുണ്ട്. BJP നേരിട്ടല്ല വിളിച്ചത്, അവർ ഏൽപ്പിച്ചേക്കുന്ന മാർക്കറ്റിംഗ് കമ്പനികളുടെ വഴി. എനിക്ക് വന്നേക്കുന്ന മെസ്സേജുകൾക്ക് ഞാൻ കൊടുത്തേക്കുന്ന റിപ്ലൈ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം. എന്ത് മന്ദബുദ്ധികളാണ്. നിന്നെയൊക്കെ കണക്കുള്ള കുറേ എണ്ണത്തെ പിടിച്ച് ഈ പാർട്ടിയെ നയിക്കാൻ വേണ്ടി സൈബർ ഇടത്തിൽ കമ്മികളാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീയൊക്കെ ചെയ്യുന്നത് ഈ പാർട്ടിയുടെ, അതായത് ഇതിൻ്റെ മറ്റേ ശവപ്പെട്ടിക്കകത്ത് ആണിയടിക്കുന്ന പണിയാണ് നീ ഇടുന്ന ഓരോ കമൻറ്റും. നീ പറഞ്ഞിട്ട് കാര്യമില്ലടാ, പൊക്കോ, നിന്നെയൊക്കെ ഞാൻ വെറുതെ വിട്ടു. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഇതിനിടയ്ക്ക് കുറേ അവന്മാർ കമൻറ്റ് കണ്ടുകൊണ്ട് ഞാനൊക്കെ പറഞ്ഞത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നീ ഊളുകളെയൊക്കെ അല്ലേ ഇപ്പം എന്ത് ചെയ്യാൻ. ഇത് ഞാനിത് പറയുമ്പോൾ ദയവ് ചെയ്തിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. ഞാൻ നിങ്ങളെ ഒന്നും അല്ല വിമർശിക്കുന്നത്. ഈ വിവരം കിട്ടാവന്മാരെയാണ്. അപ്പോൾ എന്നെ കാണാൻ വന്നിട്ടുള്ള, എൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ വന്നിട്ടുള്ള, ഞാൻ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമാണ്, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്, അല്ലെ ചേട്ടാ ഞാൻ DYFI ആണ്. എടാ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. ആത്മാർത്ഥമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ കമ്മ്യൂണിസം കാത്തു സൂക്ഷിക്കുന്ന, ഈ പാർട്ടി നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന, ഞാനും സത്യസന്ധമായി പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ. എൻ്റെ എല്ലാ പ്രവൃത്തിയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പ്രവൃത്തിയാണ്. പക്ഷേ എന്തോ ചെയ്യാനാ, ഈ കുറേ നാറികൾ കാരണം ഈ പാർട്ടി എതിർത്തേ നമുക്ക് പറ്റൂ. അതാണ് ഈ പാർട്ടിയുടെ പോക്കും. ഈ പാർട്ടിയെ നശിപ്പിക്കുന്ന മൊത്തം ഇത്തരത്തിലുള്ള വിവരം കെട്ടവന്മാരാണ്. ഇനി നമുക്ക് നമ്മുടെ വിഷയം. അവന്മാർ പോട്ടെ, അവന്മാരെ നമ്മളെ തള്ളിക്കളഞ്ഞു. അയ്യോ പണി ഉണ്ടാ മോനെ. ഞാൻ രാവിലെ ഇവിടെ ഇറങ്ങി ഫ്ലാറ്റിൻ്റെ സൈഡിലൊന്ന് കിളച്ച് 3-4 കിഴങ്ങും നട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ കയറി വന്നത്. പണിയൊന്നുമില്ലെന്ന്. ഒരു പണിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് വീട്ടിൽ കുത്തിരിക്കുക. ആർക്കട പോസ്റ്റിൽ പോയി കമൻറ്റ് ഇടണോ എന്ന് ചോദിച്ചിട്ട് അവൻ വന്ന് എന്നോട് ചോദിക്കുക പണിയൊന്നുമില്ലെന്ന്. ജാസ്മിനെ പറ്റി ഒന്നാമത് ഞാൻ പറഞ്ഞു, ഞാൻ ബിഗ് ബോസ് കാണാറില്ല. ഈ 50 ദിവസം ഇത്രയും പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ചു നിന്നു എന്ന ഒരൊറ്റ ക്വാളിറ്റി ഒഴിച്ചാൽ ആ കുട്ടി ഒരു രീതിയിൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അത്രയേറെ മോശം സ്വഭാവമാണ് അതിൻ്റെ ഓരോ പ്രവൃത്തിയിലൂടെ പുറത്തു വരുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ എനിക്ക് അതിനോട് ഒരു സ്നേഹം ഒരു കാര്യത്തിലുണ്ട്. ഈ മറ്റുള്ള പലരും വന്നും പോയി നിൽക്കുന്നവരെയൊക്കെ വെച്ച് നോക്കുമ്പം ഈ ജാസ്മിനെതിരെ നടന്ന് കിട്ടിയേക്കുന്ന അറ്റാക്കുകളും അവളെ അറ്റാക്ക് ചെയ്തേക്കുന്ന അതിനെയൊക്കെ അതിജീവിക്കുന്നില്ലേ. 10-21 വയസ്സുള്ള ഒരു കൊച്ചല്ലേ, വീറും വൃത്തിയില്ല, മറ്റേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ. അതായത് ഇപ്പം ജിൻഡോ എന്തെല്ലാം കള്ളം പറയും, പക്ഷേ ജിൻഡോ ഒരു പാവമാണ്. ജിൻഡോ അതിനകത്ത് ആകെ ഏതെങ്കിലും രീതിയിലൊരു ഗെയിമർ എന്ന്, ഒരു ഗെയിമിംഗ് സെൻസ് ഉണ്ട് എന്ന് തോന്നുന്ന ഒരാൾ ജിൻഡോയാണ്. പക്ഷേ ജിൻഡോയെ പൂർണ്ണമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇപ്പം നോറയുടെ അടുത്ത് എന്തോ സംസാരിക്കുമ്പോൾ എനിക്കൊരു വീഡിയോ ഒരാൾ അയച്ചു തന്നു. നോറ സംസാരിച്ച് എൻ്റെ ഓപ്പോസിറ്റ് ഉടനെ നിന്ന് പരസ്യമായിട്ട് വളിവിട്ട് കൊടുക്കുക, അത് ആൾക്കാർ നിന്ന് ന്യായീകരിക്കുക, ലാലേട്ടൻ്റെ മുഖത്ത് നോക്കിയിട്ട് ലാലേട്ടൻ എനിക്ക് കണ്ണിന് കാഴ്ചയില്ലെന്ന് പറയുക, എന്നിട്ട് അതിനുശേഷം ഇരുന്ന് വായിക്കുക, കള്ളങ്ങൾ പറയുന്നതും ഇത്തരം ചില വൃത്തികേടുകളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് ജിൻഡോയെ ഒരു പാവമാണെന്നോ മറ്റുള്ളവരുമായിട്ട് ഒരുവിധം ഗെയിമിംഗ് സെൻസ് ഉണ്ടെന്നോ ഒരുവിധം സംസാരിക്കുന്നതിലൊക്കെ ഓക്കെയാണ്. അല്ലാതെ എനിക്കിത് ഇവരാരും തന്നെ ഭയങ്കര മികച്ച മത്സരാർത്ഥികളായിട്ടൊന്നും തോന്നുന്നു, എനിക്കൊന്നും തോന്നാറൊന്നുമില്ല. ഒരാളുടെ ഒരു ആക്ടിവിറ്റി പോലും എനിക്ക് ഇവരെയൊന്നും കണ്ടിട്ട് ഒരു മത്സരാർത്ഥി വേണമെന്ന് ഞാൻ തോന്നാറില്ല. എനിക്ക് തോന്നുന്നതേ ഇല്ല, സത്യസന്ധമായിട്ട് പറയാം. കാര്യം മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചിന്തിച്ച് വെച്ചേക്കുന്ന കാര്യം മറ്റൊരാൾ അറിയാതെ ആ ഗെയിമിനെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. കഴിഞ്ഞ നമ്മുടെ സീസണിൽ കറക്ക് കമ്പനി എന്നൊരു ടാസ്ക് വരുന്നു. ഈ ടാസ്ക് അനൗൺസ് ചെയ്ത മൊമെൻറ്റിൽ ഞാൻ എന്താ ചെയ്തതെന്നറിയാവോ? അതായത് ഇത് ഇങ്ങനെ കറക്കണം, ഇത് കറക്കുന്ന സമയത്ത് ഒരു പോയിന്റിലെത്തുമ്പോൾ ഒരാൾ പുറത്താകും. 4 പേരാണ് കറക്കുന്നത്. ആ കറക്കുന്ന 4 പേരും പുറത്താകില്ല. പുറത്ത് നിൽക്കുന്ന 12 പേരിൽ ഒരാളാണ് പുറത്താകുന്നത്. അന്ന് മൊത്തം 16 പേരാണ് ഹൗസിലുണ്ടായിരുന്നത്. ആ മൊമെൻറ്റിൽ ഞാൻ തീരുമാനിച്ചു, ഈ 4 പേരും പുറത്തുനിന്ന് ഒരു പെയറിനെയും കൂടെ സെറ്റ് ചെയ്യണം. അപ്പം 4 ഇൻറ്റു പുറത്തുനിന്നുള്ളൊരു പെയർ വീണ്ടും 4 8 പ്രാവശ്യം കറങ്ങി വരുമ്പോഴും 8 നമുക്ക് കിട്ടും. കാരണം ഈ നമ്മുടെ ഒപ്പം നിൽക്കുന്ന 4 പേരും പുറത്ത് നിൽക്കുന്ന 4 പേരും ചേർന്ന് നമ്മളെ വോട്ട് ചെയ്താൽ 8 കിട്ടും. ബാക്കി വരുന്ന 16 ആ വരുന്ന മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 7 കിട്ടും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8 പേർക്ക് സേവ് ചെയ്യാം. അങ്ങനെ കളിച്ച് ഒരു മൊമെൻറ്റിലെത്തുമ്പം വിഷ്ണു അത് തറയിടുന്നു. നമ്മൾ പുറത്താവാൻ ആഗ്രഹിച്ച കുറേ പേരെ നമ്മൾ പുറത്താക്കുന്നു. ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ സേവ് ചെയ്യുന്നു. ഇതൊക്കെ തന്നെ ആ ടാസ്ക് അനൗൺസ് ചെയ്യുന്ന മൊമെൻറ്റിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. അതേപോലെ പല ടാസ്കുകളിലും അതിപ്പം ബിഗ് ബോസ് നമുക്ക് ഹിൻ്റ് എന്ന് പറയുന്നത് വളരെ കുഞ്ഞു കാര്യങ്ങളിലൂടെ ആയിരിക്കും ബിഗ് ബോസ് തരുന്നത്. അത് റീഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നിടത്തായിരിക്കും നമ്മുടെ സെൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മാണിക്കക്കല്ലെന്ന് പറയുന്ന ടാസ്ക് കഴിഞ്ഞ സീസണിൽ ഏറ്റവും മികച്ച ടാസ്കുകളിലൊന്നാണ്. അത് വെറും ബോറൻ ടാസ്ക് ആയിട്ട് മാറിയാണ്. അപ്പോൾ അതായത് ഈ കല്ലടിച്ച് മാറ്റുക എന്നുള്ളതല്ല ടാസ്ക്. അത് ഏത് സമയത്ത് എങ്ങനെ അടിച്ചു മാറ്റുന്നു, പ്രേക്ഷകരത് എങ്ങനെ ആനന്ദിപ്പിക്കുന്നു. അല്ലാതെ കല്ലിന് ചുറ്റും എല്ലാവരും കൂടെ വന്ന് കൂടിയിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും നടക്കാൻ പോകുന്നില്ല. അന്ന് രാത്രിയിൽ ഞങ്ങളുടെ ആക്ടിവിറ്റീസ്, ഈ കാര്യങ്ങൾ, അപ്പോൾ ഇതെല്ലാം നമ്മളുടെ രസകരമെന്ന് തോന്നുന്ന നിമിഷങ്ങൾ അവിടെ സമ്മാനിക്കുമ്പോഴാണ് പ്രേക്ഷകർക്ക് നമ്മളോട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകുന്നത്. 50 ദിവസമായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രേക്ഷകർക്ക് ആ ഹൗസിനുള്ളിലേക്ക് കയറാൻ കഴിഞ്ഞിട്ടുണ്ടോ?
നിങ്ങൾ ഈ ഹൗസിനുള്ളിലേക്ക് കയറുകയാണ്. അതാണ് നിങ്ങൾ മനസ്സുകൊണ്ട് ഈ ഹൗസിനുള്ളിലേക്ക് കയറുമ്പോഴാണ് അതിലൊരാളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സായിട്ട് മാറുന്നത്. അപ്പോഴാണ് അവരിൽ ഒരാൾ നിങ്ങളായി മാറുന്നത് കൊണ്ടാണ് അവരുടെ വേദന നിങ്ങളുടെ വേദനയായി മാറുന്നത്, അവരുടെ സന്തോഷം നിങ്ങളുടെ സന്തോഷമായി മാറുന്നത്. ഇത് ഇമോഷണലി ഏതെങ്കിലും ഒരു പ്രേക്ഷകരും ഈ മത്സരാർത്ഥികളും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ട് എന്ന് തോന്നുന്നെങ്കിൽ ജിൻഡോയ്ക്ക് മാത്രം. കാര്യം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജിൻഡോയുടെ ഒരു പാവത്തരം, അഭിനയിക്കുന്നതാണോ ജിൻഡോ ഫ്രാഡാണോ ഇതൊന്നും എനിക്കറിയത്തില്ല. ജിൻഡോയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഞാനൊരു പാവമാണ് അല്ലെങ്കിൽ ഇവരെല്ലാവരും ചേർന്ന് എന്നെ മണ്ടനാക്കുകയാണ്, അങ്ങനെ എന്നെ മണ്ടനാക്കുകയാണ് എന്ന് തോന്നുകൊണ്ട് മറ്റുള്ള ആൾക്കാരുടെ അതിനകത്തുള്ള വെറുപ്പ്, അതായത് മികച്ചത് എന്നുള്ളതല്ല, അപ്പുറത്ത് നിൽക്കുന്ന മത്സരാർത്ഥിയോട് അടങ്ങാൽ വലിയ പക സൃഷ്ടിക്കപ്പെടുകയും ആ പകയുടെ അടിസ്ഥാനത്തിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരാളോട് തോന്നുന്ന ഒരു സോഫ്റ്റ് കോർണർ, ആ സോഫ്റ്റ് കോർണർ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ജിൻഡോയ്ക്ക് അനുകൂലമായി വർക്കാവുന്നു എന്നതൊഴിച്ചാൽ പ്രത്യേകിച്ച് ഒരൊറ്റ മത്സരാർത്ഥിയോടും ഈ 50 ദിവസം ആയിട്ടും പ്രേക്ഷകർ എന്ന നിലയിൽ ഒരു ഇമോഷണലി കണക്ഷൻ ഇല്ല എന്നുള്ളതാണ് എനിക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജുകളിൽ നിന്നും ഞാൻ കണ്ടിട്ടുള്ള റിവ്യൂസുകളിൽ നിന്നും മറ്റുമൊക്കെ പറയുന്നത്. പിന്നെ സിജോയെ കഴിഞ്ഞ സിജോ എനിക്ക് തോന്നുന്നു എന്നെ അരച്ച് കലക്കി കുടിച്ചിട്ട് പോയിട്ടേക്കുന്ന ഒരാളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം സിജോ കഴിഞ്ഞ സീസണിൽ ഞാൻ സിജോ ചെയ്ത വീഡിയോസൊക്കെ കാണുന്നത് സിജോ ബിഗ് ബോസിൽ കയറിയതിന് ശേഷമാണ്. അല്ലെങ്കിൽ ഞാൻ വിളിച്ചൊരു താങ്ക്സ് എങ്കിലും പറഞ്ഞേനെ. കാര്യം അത്രയേറെ എന്നെ സപ്പോർട്ട് ചെയ്ത് സിജോ കഴിഞ്ഞ സീസണിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല, എന്നെ കൃത്യമായി മനസ്സിലാക്കി എൻ്റെ ഗെയിമിംഗ് എന്താണെന്ന് മനസ്സിലാക്കി എല്ലാം വളരെ സപ്പോർട്ട് ചെയ്ത് സിജോ സംസാരിക്കുന്ന ഒരുപാട് വീഡിയോസുകൾ പിന്നീട് ഞാൻ കേട്ടു. പക്ഷെ സിജോയുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് സിജോയ്ക്കൊരു തടസ്സമായിട്ട് സിജോയുടെ മനസ്സിലുള്ള ഞാൻ കിടക്കുകയാണ്. ഇപ്പം ഒരു മോർണിംഗ് ടാസ്കിൻ്റെ ഒരു ആക്ടിവിറ്റിയിൽ ബിഗ് ബോസിലെ വിന്നറായി കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സിജോ ഞാൻ ഫിനാലേക്ക് നടത്തിയ സ്പീച്ചിന് സമാനമായ ഒരു സ്പീച്ചാണ് പറഞ്ഞത്. അതായത് പഠിച്ച് കാര്യങ്ങളെ തലയിലിട്ട് വർക്ക് ചെയ്ത് അത് വന്ന് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് സിജോ. കഴിഞ്ഞ സീസണിൽ റിനോഷിൻ്റെ ഒരു ആക്ടിവിറ്റി ഇതായിരുന്നു. അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് പറയുക എന്നുള്ളതല്ല. റിനോഷിൻ്റെ ഒരു പ്ലാൻ എന്താണ്, ഒരു മോർണിംഗ് ടാസ്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കുത്തിയിരിക്കും, ഏറ്റവും ലാസ്റ്റ് പോകും. അപ്പോൾ ഓരോ ആൾക്കാരും പറഞ്ഞത് കേട്ട് അനലൈസ് ചെയ്ത് ഇവിടെ എനിക്കെന്ത് പറയണം, ഞാനിവിടെ എന്ത് പ്രസൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വന്നടിക്കും. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുകയും ഞാൻ റിനോഷിനെ ആദ്യം പറഞ്ഞു വിടാൻ ശ്രമിക്കുകയും ചെയ്തു. അവിടെയൊക്കെ തന്നെ റിനോഷ് പൊളിഞ്ഞു. അതേപോലെ സിജോ ഇപ്പോൾ ചെയ്യുന്ന 1-2 കാര്യങ്ങൾ കണ്ടപ്പോഴും കേട്ടപ്പോഴും എനിക്ക് തോന്നിയത് ഭയങ്കര ഡ്രമാറ്റിക്കലായിട്ട്, അതായത് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇത് ഇവിടെ പറയണം, അപ്പോൾ പുറത്തത് ഇങ്ങനെ കട്ട് ചെയ്ത് പോകും, ഇത് ഇന്ന രീതിയിൽ പറഞ്ഞാൽ പുറത്ത് എൻ്റെ ഫാൻസ് അത് ഏറ്റെടുത്ത് അതവിടെ ചെയ്യും. ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി കളിക്കുകയേ ചെയ്യരുത്. ശരി, ഞാനിത് ആരോടാണ് പറയുന്നത്? ഞാൻ ആരോടും പറയല്ല. ഒരു മത്സരാർത്ഥിയും പ്രേക്ഷകർക്ക് വേണ്ടി കളിക്കരുത്. നിങ്ങളോട് നീതി പുലർത്തിയാൽ മതി, പ്രേക്ഷകർ നിങ്ങളെ ഇഷ്ടപ്പെടും. ഞാൻ അങ്ങനെ ചെയ്താൽ അത് ഇങ്ങനെ ആകും എന്നുള്ള ബോധ്യമുള്ള ഒരാൾക്കും ബിഗ് ബോസിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. സിബിനെ പറ്റിയപ്പോൾ ഏറ്റവും വലിയ പാളിച്ചതാണ്, പുറത്തുനിന്ന് മത്സരം കണ്ട് 10-35 ദിവസം കണ്ട് അനലൈസ് ചെയ്ത് പോയ സിബിന് അകത്ത് കയറി ലാലേട്ടൻ്റെ വാക്കുകളിൽ സിബിൻ എവിടെ തളർന്നെന്നറിയാവോ? ദൈവമേ, ഇത് പുറത്തെങ്ങനായി തീർന്നിരിക്കും, ഇത് പുറത്ത് ജനം എങ്ങനെ ഏറ്റെടുത്തിരിക്കും, ഇവിടാണ് പൊളിയുന്നത്. എടാ, നീയാണെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ എന്ത് തെറ്റ് ചെയ്തായിക്കോട്ടെ, എന്ത് ശരി ചെയ്തായിക്കോട്ടെ, അതിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയുമ്പോൾ ജനം നമ്മളെ ഓട്ടോമാറ്റിക്കലി അംഗീകരിക്കും. പിന്നെ ബാക്കി എന്ന് പറയുന്നത് നമ്മുടെ കഴിവ് പോലെയാണ്. ഇപ്പം ഇത് ലക്ഷറി ടാസ്കിൻ്റെ ഒരു എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല. ലക്ഷറി ടാസ്ക് ഒക്കെ എന്ന് പറയുന്നത് ഭയങ്കര മനസാന്നിധ്യം വേണ്ട, സ്പോണ്ടേനിയസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ഒരു ടാസ്ക്കാണ്. അത് ഈ സീസണിലുണ്ട്. ഞാൻ അതൊന്നും കണ്ടിട്ടില്ല കേട്ടോ, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പിന്നെ ഒരു മനുഷ്യൻ്റെ ഒരു കപ്പാസിറ്റി ചെക്ക് ചെയ്യത്തക്ക രീതിയിൽ, അത് മെൻ്റൽ ഗെയിം ആയിക്കോട്ടെ, ഫിസിക്കൽ ഗെയിം ആയിക്കോട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ കലാപരമായിട്ടുള്ളൊരു കപ്പാസിറ്റികളായിക്കോട്ടെ, അല്ലറ ചില്ലറ നമ്മുടെ ഇവരൊക്കെ പ്ലാൻ ചെയ്തേക്കുന്നത്. അതായത് ശ്രീരേഖ ഓൾറെഡി സ്റ്റേറ്റ് അവാർഡ് മേടിച്ചൊരു ആക്ട്രസ്സാണ്. അവരുടെ അഭിനയിക്കാനുള്ള കഴിവ് കാണിക്കാനുള്ള സ്പേസ് മാത്രമല്ല ബിഗ് ബോസ്. അവിടെ വന്ന് അവർ പെർഫോം ചെയ്യുന്നത് കണ്ടിട്ട് പുറത്തുള്ള ആൾക്കാർ ശ്രീരേഖ ചേച്ചിയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. അതിപ്പോൾ നമുക്കറിയാമല്ലോ, അവരതുകൊണ്ടാണല്ലോ അവർക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. ബിഗ് ബോസിൽ വന്നിട്ട് അഭിനയിച്ച് കാണിക്കാനാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിനകത്ത് സ്റ്റേറ്റ് അവാർഡും ദേശീയ അവാർഡും പിടിക്കുന്ന ആക്ട്രസ്സാണ് പോകേണ്ടത്. അല്ലെങ്കിൽ ശരണ്യ ആനന്ദ് അകത്ത് പോയിട്ട് പെർഫോം ചെയ്യുന്നത്, അവർ ഓൾറെഡി ആക്ട്രസ് ആണ്. അപ്പം നമുക്ക് വേണ്ടത് അവരിൽ അഭിനേത്രി എന്നതിനപ്പുറം നിങ്ങൾ എന്താണ് പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ
ഇതൊക്കെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ പറയേണ്ട കാര്യങ്ങളാണ്. ഞാൻ റിവ്യൂ ആയിട്ട് പറഞ്ഞതല്ല. പല ആൾക്കാർക്കും ഇപ്പോഴും ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. എനിക്കും ഇതിനെക്കുറിച്ചൊരു പുണ്ണാക്കും അറിയത്തില്ലായിരുന്നു. ഒരു 20 ദിവസം ഞാനും എടുത്തു ബിഗ് ബോസ് എന്തെന്ന് മനസ്സിലാക്കാൻ. ഇപ്പോഴും ഈ റിവ്യൂ ചെയ്യുന്ന വലിയ മഹാരഥന്മാരുണ്ടല്ലോ യൂട്യൂബിൽ, ഇവർക്കും ഇപ്പോഴും ഈ 5 സീസൺ ഇവർക്ക് കണ്ടിട്ടുണ്ട്. ഇവരുടെ ഒന്നും ഇപ്പോഴുമുള്ള ഒരു റീഡിങ്ങും കറക്റ്റല്ല. കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് തരാ അന്നേരം ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് കൃത്യമായിട്ട് ഇത് ജനം വോട്ട് ചെയ്ത് ഒരാളെ ജയിപ്പിക്കുന്ന ഒരു ഷോ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ജനം വോട്ട് കൊടുക്കുന്ന ഒരാളോട് ആ വ്യക്തിക്ക് തിരിച്ച് ജനത്തിനോട് ഒരു ബോധ്യമുണ്ടാവണം, അല്ലെങ്കിൽ ഒരു നീതി ഉണ്ടാവണം തിരിച്ച്. അപ്പോൾ അയാൾ പുറത്തിറങ്ങുന്ന സമയത്ത് അയാളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അറ്റ്ലീസ്റ്റ് ഒരു വാക്കെങ്കിലും സമൂഹത്തിന് ഗുണകരമാവുന്ന രീതിയിൽ ഉണ്ടാവണം. അല്ലാതെ ഒരു തലമുറയെ വഴിതെറ്റിക്കുന്ന, സമൂഹത്തിൽ നെഗറ്റീവ് മാത്രം സ്പ്രെഡ് ചെയ്യുന്ന വലിയ രീതിയിൽ മോശം ലെവലിൽ നമുക്ക് തോന്നുകയാണ്. ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഭയം എന്താണെന്നറിയാമോ? ഇപ്പം ചില മത്സരാർത്ഥികളെയൊക്കെ പേരുകൾ കേട്ട സമയത്ത്, അതായത് ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് പേര് കേട്ട സമയത്ത് നമ്മുടെ ഭയം താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് ഇത്തരം താരതമ്യങ്ങൾ തന്നെ പിന്നെ ഇവിടെ നിന്ന് ഓടി വിളിക്കാൻ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള താരതമ്യങ്ങൾ. ഇതൊക്കെ ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങളോടെ. അവിടെ ഉള്ളവരിൽ ആരാ ബെസ്റ്റ് പ്ലെയർ? അവിടെ പ്ലേ നടന്നെങ്കിലല്ലേ അതിനകത്തുനിന്ന് ബെസ്റ്റ് പ്ലെയറെ കണ്ടെത്താൻ പറ്റും. അവിടെ എന്ത് പ്ലേയാണ് നടക്കുന്നത്? അവിടെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും അവരെന്തെങ്കിലും കാണിക്കട്ടെന്നേ. അതാണ് ഒരു ബിഗ് ബോസിനകത്ത് പ്രേക്ഷകർ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. ബാക്കി എല്ലാ കാര്യത്തിനും പൊളിറ്റിക്കലി കറക്റ്റ്നസ് ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഒരാണും പെണ്ണും അടുത്തിരുന്ന് സംസാരിച്ചാൽ, ഒരാണും പെണ്ണും കെട്ടിപ്പിടിച്ചാൽ, ഒരാണും പെണ്ണും തമ്മിൽ അടുത്തിടവഴിക്കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താണെന്ന് ഈ കുഴപ്പം? എനിക്കിത് മനസ്സിലാവുന്നില്ല. അവർക്ക് അങ്ങനെ കാണിച്ചുകൂടെ? അവർ അഭിനയിച്ചോട്ടെ. നിങ്ങൾ അവരെ തള്ളിക്കളയുന്നേ, പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് എവിക്ഷനി വരുന്ന സമയത്ത് അടിച്ച് പുറത്താക്ക്. മാക്സിമം വോട്ടും കൊടുത്ത് ഫുൾ ടൈം അവരെക്കുറിച്ച് ചർച്ചയും ചെയ്ത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇവരെക്കുറിച്ച് മാത്രമാക്കി മാറ്റിയെടുത്ത പ്രേക്ഷകരെ അല്ലാതെ ആരെയാണ് ഇതിനകത്ത് കുറ്റപ്പെടുത്തേണ്ടത്? കോമൺ സെൻസ് ഞാൻ ചോദിക്കുകയാണ്. ഈ രണ്ടുപേരും അവരവിടെ അഭിനയിക്കുകയാണ്, അവരവിടെ ഡ്രാമ കളിക്കുകയാണ്, അല്ലെങ്കിൽ അവരവിടെ തെമ്മാടിത്തരം കാണിക്കണം. കാണിച്ചോട്ടെ, അവരുടെ ഏറ്റവും മോശം സ്വഭാവം അവരിൽ നിന്ന് കാണിച്ചോട്ടെ. നിങ്ങൾക്ക് എന്തുകൊണ്ട് തള്ളിക്കളയാൻ പറ്റുന്നില്ല? ഇപ്പം ബിഗ് ബോസ് ഇഷ്ടമല്ലാത്ത ഒരാൾ ഇതിരുന്ന് ഫുള്ള് കണ്ടിട്ട് അതിനെ കുറ്റം പറയേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് കാണാതിരുന്നൂടെ? ഇപ്പം ഞാൻ കുറച്ച് സമയം കാണാൻ ശ്രമിച്ചു, എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല. ഞാൻ പിന്നീട് കണ്ടിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ എനിക്ക് ഹൗസിനുള്ളിലേക്ക് കയറേണ്ട ഒരു സാഹചര്യം വന്നാൽ മനസ്സിലാക്കി വെക്കണമല്ലോ, ഇവരെയൊക്കെ കുറിച്ച് എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം എന്ന നിലയ്ക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ തന്നെ യൂട്യൂബിലും മറ്റുമൊക്കെ ഇരുന്ന് എടുത്ത് വെച്ച് നോക്കിയിട്ടാണ് ഞാനിത് കാണുന്നത്. അതായത് അകത്ത് പോയാൽ എന്തെങ്കിലും അങ്ങനെ സാഹചര്യം വന്നാൽ, ഇപ്പം ഞാൻ ഏഷ്യാനെറ്റ് എന്നപ്പോൾ എനിക്ക് പോകാൻ യാതൊരു താല്പര്യമില്ല. പക്ഷേ നിങ്ങളെ തമ്മിൽ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഷോ എന്ന് പറയുന്നത് ബിഗ് ബോസ് ആയതുകൊണ്ട് ആ ഷോയോട് എനിക്കൊരു നീതി കാണിക്കണം, എന്നെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോട് എനിക്കൊരു നീതി കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചാനലങ്ങ് മാറ്റിയവരെ ഈ കൂറ പ്രോഗ്രാം നിർത്തിവെക്കണമെന്ന് ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്. ഇവിടെ നിങ്ങൾ എന്തിനാണ് അത് കാണാൻ പോകുന്നത്? ബിഗ് ബോസിൻ്റെ എക്കാലത്തെയും ഏറ്റവും മികച്ച റേറ്റിംഗ്. അപ്പോൾ ഈ തൊഴുമ്പ് മൊത്തം ഇരുന്ന് കണ്ടിട്ട് മിണ്ടാതിരിക്കേണ്ട കാര്യം എന്താ? ഇനി ഞാൻ എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാം. അല്ല, ഞാനിപ്പോൾ ഇച്ചിരി മുമ്പ് ഈ ജാസ്മിൻ ഗബ്രി വിഷയം പറഞ്ഞില്ലേ, അത് ഉദാഹരണ സഹിതം പറയാം. കഴിഞ്ഞ സീസണിൽ ഇപ്പോൾ സെറീന സാഗർ ഒരു ലവ് സ്ട്രാറ്റജി അകത്ത് വർക്കാവുന്നുണ്ടെന്ന് ഞങ്ങളും മനസ്സിലാക്കിയതാണ്, പുറത്തുള്ള പ്രേക്ഷകർ മനസ്സിലാക്കിയതാണ്. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം വന്നതാണ്. അതിനിടയിൽ നാദ്രയ്ക്ക് സാഗറിനോട് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ഒരു സാധനം വന്നാണ്. ഞങ്ങൾ ആരെങ്കിലും അത് ഏറ്റുപിടിച്ചോ? ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ അവരുടെ പുറകെ നടന്നോ? അവോയ്ഡ് ചെയ്ത് പൂർണ്ണമായിട്ടും അങ്ങ് കളയുകയല്ലേ ഉണ്ടായിരുന്നത്. പിന്നെ ചില കാര്യങ്ങൾക്ക് ചില അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നതൊഴിച്ചാൽ, അതായത് ഇതേ സാധനം ഇപ്പോൾ ഈ ജാസ്മിൻ ഗബ്രിയുടെയൊക്കെ പറയുന്നത് നിനക്കുള്ള ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, പോയ മത്സരാർത്ഥികളും ഇവരുടെ പുറകെ, പുറത്തുള്ള പ്രേക്ഷകർ ഇവരുടെ പുറകെ, സകല യൂട്യൂബ് റിവ്യൂ ഇടുന്നവന്മാർ ഇവരുടെ പുറകെ, ചപ്രി കുപ്രി കപ്രി, ഇതങ്ങ് അവോയ്ഡ് ചെയ്തിരുന്നെങ്കിൽ അവരവിടെ ആ രണ്ടെണ്ണം കൂടെ ആ മൂലക്കിരുന്ന് എന്തെങ്കിലും കോപ്പ് കാണിക്കട്ടെ. ഞങ്ങൾക്ക് ഇവിടെ ഇപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന തിരിച്ചറിവുള്ള ഒരുത്തൻ. എനിക്ക് വേണ്ടത് എൻ്റെ കണ്ടന്റാണ്, എന്നെക്കുറിച്ചാണ് പുറത്ത് ജനം ചർച്ച ചെയ്യപ്പെടേണ്ടത്, അതിനാണ് ഞാൻ സംസാരിക്കേണ്ടത്, അതിനാണ് ഞാനിവിടെ വന്നത്. 100 ദിവസം കൊണ്ട് കിട്ടുന്ന ഒരു പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ പറ്റിയ അവസരം
എവിടെങ്കിലും മൂലക്കിരുന്ന് കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ കാലേ കടിക്കുകയോ കുളിക്കാതിരിക്കുകയോ നനയ്ക്കാതിരിക്കുകയോ ചെയ്യുന്ന ആൾക്കാരുടെ പിന്നാലെ പോയി കിടന്ന് സംസാരിച്ച് സമയം കളയേണ്ട കാര്യം ഞങ്ങൾക്കുണ്ടോ എന്ന് അതിൽ കയറുന്ന ഓരോ മത്സരാർത്ഥിയും ചിന്തിച്ച് അവരിപ്പുറത്ത് ഇപ്പം 18 പേരെ 19 പേരാണല്ലോ കയറിപ്പോയത്, 2 പേരെ മൂലയ്ക്ക് മാറ്റിവെക്കും. ഈ 17 പേർക്ക് എന്തുകൊണ്ട് മറ്റ് കണ്ടന്റ് ഉണ്ടായില്ല? അപ്പോൾ 17 പേര് അവിടെ എന്തായിരുന്നു പരിപാടി? അപ്പം നിങ്ങൾ ആരെയാണ് വിമർശിക്കേണ്ടത്? അവർ ബുദ്ധിമാന്മാരല്ലേ? അപ്പോൾ ഈ ഒരു സീസണെ തന്നെ അവരുടെ വരുതിയിലാക്കി മാറ്റിയ, അവരുടെ പ്ലാനുകളിലൂടെ ഒരു ഷോ കൊണ്ടുപോയ, പുറത്തെ ജനതയെ കൊണ്ട് അവരെ തന്തയ്ക്ക് വിളിപ്പിച്ചാലും തള്ളയ്ക്ക് വിളിപ്പിച്ചാലും എത്ര തെറി പറയിപ്പിച്ചാലും ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളെയും നിഷ്പ്രഭരാക്കി കളഞ്ഞ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടോ? ആരുടെയെങ്കിലും ഒരു കണ്ടന്റ് കൊള്ളാം, ഇതൊന്ന് കണ്ടു നോക്കാൻ അയക്കാൻ പറ്റുമോ? അപ്പം ഇത് അന്നേരം ഞാൻ അതാ ചോദിക്കുന്നത്, ഇപ്പം എന്താണ് ഗെയിം ഇതിനകത്ത് നിങ്ങൾ കാണുന്ന ഗെയിം എന്താണ്? അവരെ തെറിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കളയുന്നേ, അവരെന്തെങ്കിലും ഒന്നും കാണിക്കട്ടെ. എല്ലാവരും എന്നെ കേട്ടോണ്ടിരിക്കണം, ചോദ്യമൊന്നുമില്ല. BB6 ഒന്നും നിർത്താൻ പോകുന്നില്ല മോനെ, അങ്ങനൊന്നും പ്രാക്ടിക്കലി നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു പരിപാടി പ്ലാൻ ചെയ്ത് അതിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഓരോ ദിവസം എന്തെല്ലാം തുഴമ്പ് കാണിക്കാം എന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കോർപ്പറേറ്റുകളുടെ പ്ലാനുകൾ നിങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് മുമ്പിൽ ഹൈക്കോടതിയിൽ കൊണ്ടുകൊടുത്ത ഒരു പെറ്റീഷൻ കൊണ്ടുകൊടുത്ത ഒരു വക്കീലിൻ്റെ പെറ്റീഷന് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാര്യം സമൂഹത്തിനെ ഉദ്ധരിപ്പിക്കണം, ഈ സമൂഹത്തിനെ നന്നാക്കണം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസ് മാത്രം നിർത്തിവെച്ചാൽ പോരാ, ഇവിടെ നടക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ ആക്ടിവിറ്റിയും നിർത്തിവെക്കണം. യൂട്യൂബിൽ കോമാളിത്തരം കാണിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ ടീമുകളെയും എടുത്ത് പുറത്തു കളയണം. അതോടൊപ്പം സിനിമയിൽ ഒരു രീതിയിൽ നെഗറ്റീവായിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടാവാൻ പാടില്ല. ഈ രാഷ്ട്രീയ പാർട്ടികൾ യുവതലമുറയെ നശിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കോടതി ഇടപെടണം. അപ്പോൾ ഇതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പിന്നെ പുള്ളിക്കാരനെ സംബന്ധിച്ച് പുള്ളിക്കാരൻ ഒരു കേസ് കൊടുത്തപ്പോൾ നമുക്ക് പുള്ളിക്കാരനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് അതുകൊണ്ട് ജീവിക്കാൻ പറ്റട്ടെ എന്ന് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ള. അല്ല, സീസൺ ഒന്നും നിർത്താൻ പോകുന്നില്ല, അതിൻ്റെ പേരിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ സത്യത്തിൽ മറ്റൊരാൾക്കാർ സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങളല്ല ഞാൻ സന്തോഷം കണ്ടെത്തുന്നത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം നാളിതുവരെ ഒരു സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിലോ ഒരു റിവ്യൂ പ്രോഗ്രാമുകളിലോ ഒന്നും നിങ്ങൾ ആരും എന്നെ കണ്ടു കാണില്ല. എന്നെ വിളിക്കാഞ്ഞിട്ടല്ല, ഞാൻ പോകാഞ്ഞിട്ടാണ്. ഇപ്പം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരുപാട് സെലിബ്രിറ്റികളുടെ മകളുടെ കല്യാണങ്ങളും അല്ലെങ്കിൽ അവരുടെ കല്യാണങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടങ്ങളിലൊന്നും ഞാൻ പോയിട്ടില്ല. എനിക്ക് ഈ പറയുന്ന അനാവശ്യമായിട്ട് ഓൺലൈൻ മീഡിയകളുടെ മുന്നിലേക്ക് വന്ന് കിടന്ന് നിരവി പോകാനോ അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എൻജോയ് ചെയ്യാനോ ഇതൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് ഉള്ള സന്തോഷത്തെ പറ്റിയിട്ട് പലർക്കും മനസ്സിലാവാത്തതിൻ്റെ കുഴപ്പമാണ്. സിനിമ ഞാൻ ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ തന്നെ എനിക്ക് തൃപ്തിപ്പെടുന്നൊരു സബ്ജക്റ്റ്. എനിക്ക് എത്ര സിനിമയിൽ അഭിനയിക്കാൻ അവസരം വന്നതാണ്, ഞാൻ ഓടിപ്പിടിച്ച് ഒറ്റ ഒരെണ്ണത്തിൻ്റെയും പോയിട്ടില്ല. അതിൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാർക്ക് എന്നോട് വെറുപ്പുണ്ടായിട്ടുണ്ട്. ഒരു സിനിമ ചെയ്യുന്നെങ്കിൽ അത് ആദ്യം എന്നെ തൃപ്തിപ്പെടുത്തണം, എനിക്ക് താല്പര്യമുള്ള ഒരു പ്രോജക്റ്റ് ആവണം. ഈ കാരണങ്ങൾ കൊണ്ട് പല കാരണങ്ങളും ഞാൻ നീട്ടി വെച്ചേക്കുകയാണ്. പക്ഷേ മനസ്സിൽ പ്ലാനുകളുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് എന്നെ സന്തോഷിപ്പിക്കുന്നത് ചിലപ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ കംപ്ലീറ്റ്ലി ഈ പുല്ലെല്ലാം കളഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യം നോക്കി വല്ല കൃഷിയും ചെയ്ത് എനിക്കിഷ്ടം അതൊക്കെയാണ്. എനിക്ക് എൻ്റെ നാട്ടിൽ പോയി കുറച്ച് കൃഷി ചെയ്ത് ജീവിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ഫാമിലിയുമായിട്ട് ഇനിയുള്ള കാലത്ത് എന്തിനാണ് ഈ ബഹളങ്ങൾക്ക് പിന്നാലെ കിടന്ന് ഓടുന്നത്? ഞാൻ സിനിമ എടുത്തില്ലെന്നുണ്ടെങ്കിൽ സിനിമാ ലോകം ഇല്ലാതാവുമോ? ഒരു കാര്യവുമില്ല ഇതിനകത്തൊന്നും. നമ്മുടെ അടുത്ത് കിടന്ന സിനിമ അഖിലെണ്ണ എന്നാ സിനിമ എടാ, യവനൊന്നും ഈ സിനിമ എടുത്താൽ കാണാൻ പോലും പോകത്തില്ല. ഒരു ഓപ്പ് ഒരുത്തനും ചെയ്യത്തുമില്ല. മലയാളത്തിൽ കഴിഞ്ഞ വർഷം 240 സിനിമ ഇറങ്ങി, 10-15 സിനിമയാണ് വിജയിച്ചത്. ഈ വർഷവും സിനിമകൾ ഒരുപാട് ഇറങ്ങി. വിജയത്തെക്കുറിച്ച് മാത്രമേ നിങ്ങൾ സംസാരിക്കാറുള്ളൂ. പരാജയപ്പെടുന്ന സിനിമകളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാറില്ല. കുത്തുപാളയെടുത്ത് കെട്ടിത്തൂങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു കയറ് കിട്ടിയാൽ ഈ നിമിഷം തൂങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്ന നിർമ്മാതാക്കളെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ല. ഇന്ദു എനിക്കറിയാവുന്ന എത്ര നിർമ്മാതാക്കളുണ്ടെന്നറിയാവോ? പടം ചെയ്തുകൊണ്ടിരിക്കുന്ന നിർമ്മാതാക്കൾ 30-40 കോടി രൂപ കടത്തിൻ്റെ പുറത്ത് കടവുമായിട്ട് നിന്നിട്ട് വീണ്ടും കടം പേടിച്ച് പടം ചെയ്യാൻ നടക്കുന്നവർ. സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അത് ബിസിനസ് ആവണം. ഏതെങ്കിലും ഒരു പാവ പിടിച്ചവൻ്റെ കയ്യിരിക്കുന്ന പൈസ എടുത്ത് വെച്ച് എനിക്ക് പേരും പ്രശസ്തി ഉണ്ടാക്കാൻ ഞാൻ സിനിമ ചെയ്തിട്ട് കാര്യമില്ല. ഒന്നാമത് പ്രേക്ഷകരെ സംബന്ധിച്ച് അവർ മുൻകൂട്ടി ജഡ്ജ് ചെയ്ത് ഇന്ന സിനിമ കൊള്ളാം, ഞങ്ങൾ പോയി കാണാം. ഇവിടെ മലയാളത്തിൽ ഏറ്റവും മികച്ച സിനിമകൾ ചെയ്യാൻ ശേഷിയുള്ള ധാരാളം ആൾക്കാരുണ്ട്. അവരൊക്കെ സിനിമ എടുക്കട്ടെന്നേ. എനിക്കങ്ങനെ ഒരു സിനിമ എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്യും. എനിക്കങ്ങനെ പറ്റുന്ന സാഹചര്യം ഞാൻ വരും. ഞാൻ പറയും എൻ്റെ ഒരു സിനിമ വരാൻ പോകും, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പോയി കാണാം. അപ്പോൾ ഒരുത്തരും പോയി കാണുന്നതുമില്ല. ഇത് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് അവൻ്റെ പടം എടുത്ത് പൊട്ടി മൂഞ്ചി തെറ്റി വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് പറയും. അതുകൊണ്ട് അങ്ങനെ പറയുന്നത് കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വേറെ ചെയ്യാം. ആഗ്രഹമുണ്ട്, ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു.
ഈ സീസൺ ഇത്രയും അധപ്പതിക്കാനുള്ള കാരണം മത്സരാർത്ഥികൾ മാത്രമല്ല, പ്രേക്ഷകർ കൂടിയാണ്. കാര്യം അവർക്ക് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കണ്ടന്റ് മാത്രം മതി, അവരതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുള്ളൂ. മത്സരാർത്ഥികളുടെ മറ്റുള്ള കണ്ടന്റുകൾ വന്നാൽ അവർക്ക് ചർച്ചയില്ല. എബൌട്ട് ശ്രീജുൻ, അതല്ല ശ്രീജുൻ, അങ്ങനെ ആളുണ്ടോ ബിഗ് ബോസിൽ? പവർ റൂം, ആ വായും ഇറും എടുത്ത് കളഞ്ഞിട്ട് റായിട്ടിട്ട് വള്ളിയിട്ടിട്ട് അങ്ങനെ ആക്കി. അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ചോദിച്ചാൽ മത്സരാർത്ഥിയെന്നോ ഗെയിമറെന്നോ എന്നൊന്നും എനിക്ക് പറയാൻ അറിയില്ല. അങ്ങനെയുള്ള ഒരു കണ്ടന്റുകളും കണ്ടിട്ടില്ല. പക്ഷേ ഒരു വ്യക്തിത്വമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അയാൾക്കൊരു വ്യക്തിത്വമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് തുടക്കം മുതൽ ഇവിടം വരെയും അർജുൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിക്ക് ഒരു വ്യക്തിത്വമുണ്ട്. ബിഗ് ബോസിന് പറ്റിയ കണ്ടസ്റ്റൻ്റ് ഒന്നുമല്ല, ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ്, അത്രയേ ഉള്ളൂ. ശ്രീതു അർജുൻ, ഏതെങ്കിലും ഒരാണും പെണ്ണും പലയിടത്തും ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ ആ നോക്കുന്നത് എഡിറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ട് ഇവർ തമ്മിൽ പ്രേമത്തിലാണെന്ന് ഏതെങ്കിലും കുറേ എഡിറ്റിംഗ് ടീമുകളും കുറേ യൂട്യൂബർമാരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോമ്പിനേഷനും ഇട്ട് ശ്രീജുൻ, ജപ്രി, കിപ്രി, കുപ്രി എന്ന് പറഞ്ഞിട്ട് അടിച്ചിറക്കിയിട്ട് പിന്നെ അതിൻ്റെ പിന്നാലെ ഓടുകയാണ്. അവർ ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ റിങ്കു വിങ്കു എന്ന് പറഞ്ഞിട്ട് ഇത് പുറത്ത് യൂട്യൂബർമാരുടെയും പ്രേക്ഷകരുടെയും നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ സൃഷ്ടിച്ച് വെച്ചിട്ട് അകത്തിരിക്കുന്ന റിനീഷയ്ക്കും അകത്തിരിക്കുന്ന വിഷ്ണുവിനും മറ്റേ 1% പോലും കഴിഞ്ഞ സീസണിൽ അറിയത്തില്ല അവരുടെ റൊമാൻസ്. ഇത് ആർക്കെതിരെയാണ് പറ്റാത്തത്? ഇപ്പോൾ എത്രയോ പല സിനിമകളുടെ കണ്ടന്റുകൾ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ കഥാപാത്രങ്ങൾ തമ്മിൽ പ്രേമിക്കുന്നതായിട്ട് എഡിറ്റിംഗ് വേർഷൻ ഉണ്ടാക്കിക്കൂടെ? ഇപ്പം ഞാൻ ഇരുന്നിട്ട് ആരെങ്കിലും ഒരാളെ നോക്കുന്ന ഒരു നോട്ടം, ഏതെങ്കിലും എപ്പോഴോ ഉള്ളൊരു മൊമെൻറ്റിൽ നോക്കുന്നൊരു നോട്ടം, അതേപോലെ അപ്പുറത്തിരുന്ന് മറ്റൊരാൾ നോക്കുന്നൊരു നോട്ടം, അത് തമ്മിൽ എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിചാരിക്കും ഞങ്ങൾ തമ്മിൽ നോക്കിയതാണെന്നൊക്കെ വിചാരിക്കും. അങ്ങനല്ലല്ലോ മത്സരം. ഇപ്പം ഞാൻ ശോഭയും തമ്മിലുണ്ടായിട്ടുള്ള കണ്ടന്റുകൾ ഞങ്ങൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നടത്തിയ കോണ്ടന്റുകളാണ്. അല്ലാതെ അവിടെ ഇവിടുന്ന് നോട്ടവും ലുക്കും ഇതെന്ത് ബിഗ് ബോസ് ആടൂ? ഒരാൾ നടക്കുന്നത് മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അയാൾ വലിയ ഗെയിമർ ആകൂ. ഇപ്പം അഭിഷേക് ശ്രീകുമാർ വന്നിട്ട് പുള്ളി കരിപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗെയിമർ ആകൂ? കരിപ്പിച്ച് നോക്കിയാലോ, പേടിച്ച് നോക്കിയാലോ, ചിരിച്ചാലോ, എടുത്താലോ, ഇതൊക്കെ ഇത് എന്ത് ഗെയിമിങ്? എന്താണ് ബിഗ് ബോസിലെ ഗെയിം കൊണ്ട് അപ്പോൾ അർത്ഥമാക്കുന്നത്? പോട്ടെ, ഞാൻ മത്സരാർത്ഥികളെ കുറിച്ച് പറയുന്നില്ല. സെറീന എന്നെ നോക്കി നോട്ടെ സ്ട്രെയിറ്റ് അല്ലേ? ഞങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് നോക്കിയതല്ലേ? ഞാൻ റിയാക്ഷൻ ആ സ്പോട്ടിൽ, അതായത് വൈഡ് ആംഗിളിൽ കൃത്യമായിട്ട് അത് അറിയാമല്ലോ. അല്ലാതെ രണ്ടുപേരും ഡിഫറൻ്റ് ആയിട്ട് കട്ട് ചെയ്തല്ലോ. അത് റിയലാണ്. അതാ ഞാൻ പറഞ്ഞു, റിയലായിട്ട് ചെയ്യുന്നതും ഫേക്കായിട്ട് സൃഷ്ടിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവും കാണത്തില്ല. സായികൃഷ്ണനെ കുറിച്ച് ഞാൻ ഒന്നും പറയത്തില്ല. അവർ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുക്കും. ഇപ്പോഴാണ് സായി എനിക്ക് നിന്നോട് അഭിമാനം തോന്നുന്നത്. ഇത്രയും കാലവും പലരും വിചാരിച്ചിരുന്നു നീ എന്തോ വലിയ സംഭവമാണ്, നീ ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ, അതായത് ഈ നനച്ചാൽ പുലിയെ പിടിക്കും, പക്ഷേ സായി എണ്ണം നനയ്ക്കമാട്ടെ എന്ന് വിചാരിച്ചിരുന്ന കുറേ ഫാൻസ് ഉണ്ടായിരുന്നല്ലോ. ആ ഫാൻസിൻ്റെ മുന്നിൽ നീ എൻ്റെയും അഭിമാനം കാത്തു സൂക്ഷിച്ചു. അല്ലെങ്കിൽ കേരളത്തിൽ നീ വിമർശിച്ചിട്ടുള്ള, നിൻ്റെ വിമർശനം കേട്ട് പേടിച്ച് ഭയന്ന് ജീവിച്ച നല്ലൊരു ശതമാനം ആൾക്കാർക്ക് നിൻ്റെ ഈ ബിഗ് ബോസ് പോക്കോട് കൂടിയിട്ട് ഒരുപാട് സന്തോഷം. കാരണം അവർ പുറത്തിറങ്ങി കഴിയുമ്പോൾ നിനക്ക് സമ്മാനം തരും, കാശ്, ഒരുപാട് പൈസ കൊണ്ട് തരും. കാര്യം അവർ ഇത്രയേറെ സന്തോഷിച്ച ദിവസം ഉണ്ടായി കാണത്തില്ല. കാരണം ഇത് പണ്ട് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത സുഹൃത്താണ്, പുള്ളി പറഞ്ഞിട്ടുണ്ട് അവനെക്കുറിച്ചിട്ട്, അതായത് പുള്ളി ഭയങ്കരമായിട്ട് അഭിനയിക്കും, പക്ഷേ പുള്ളിക്ക് താല്പര്യമില്ല. എത്രയോ സിനിമകളിൽ അഭിനയിക്കാൻ വിളിച്ചതാണ്, പുള്ളിക്ക് താല്പര്യമില്ല. അപ്പോൾ അവനെന്നോട് പേഴ്സണലി പറയുന്നത് അറിയാമോ, എൻ്റെ പൊന്നളിയ എനിക്ക് ABCD അഭിനയിക്കാൻ അറിയത്തില്ല, ഞാൻ ഈ മൈരന്മാരൊക്കെ സോറി നമ്മൾ പറഞ്ഞ കേട്ടോ, ഡയലോഗ് ക്യാഷ്വലിയൊക്കെ പറഞ്ഞ കേട്ടോ. അപ്പം ഇവന്മാരൊക്കെ എന്നെ കിടന്ന് അഭിനയിക്കാൻ വിളിക്കുമ്പോഴത്തേക്ക് നമ്മളെ ലുക്കൊക്കെ കണ്ടിട്ടാണ് വിളിക്കുന്നത്. അപ്പം ഈ പോയി കഴിഞ്ഞാൽ പണി പോളും, കാരണം അഭിനയിക്കാൻ അറിയത്തില്ല. പക്ഷേ ഞാൻ ഈ എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതുകൊണ്ട് എനിക്കൊരു ടോക്കുണ്ട്, ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന്. എന്ന് ഞാൻ ഇറങ്ങി അഭിനയിക്കുന്ന അന്ന് ഞാൻ പൊളിയും എന്ന് പറഞ്ഞ കണക്കായിരുന്നു. ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് വരെ സീക്രട്ട് ഏജൻറ്റ് ബിഗ് ബോസിലുണ്ടായിരുന്നുണ്ടെങ്കിൽ പൊളിച്ചേനെ, സീക്രട്ട് ഏജൻറ്റ് ബിഗ് ബോസിലുണ്ടായിരുന്നെങ്കിൽ തകർത്തേനെ, അങ്ങനെ ചെയ്തേനെ, ഇങ്ങനെ ചെയ്തേനെ, മറ്റേത് ചെയ്തേനെ എന്നും പറഞ്ഞ് കമൻറ്റുകളുടെ ഘോഷയാത്ര. ബിഗ് ബോസ് സീസൺ 5 അഖിലേട്ടനൊക്കെ അങ്ങ് കാട്ടിച്ച് ജയിച്ചതല്ലേ? ആ സായിയൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അഖിലേട്ടനൊക്കെ അവിടെ കിടന്ന് എന്തായിരുന്നു അവസ്ഥ?
സംഭവം പുള്ളി ഇതിനകത്തുണ്ടോ? ഇപ്പോൾ ടോയ്ലറ്റിലാണ് ഇവൻ കിടന്നുറങ്ങുന്നത്, ഇവനെ കാണാനില്ലല്ലോ. ഒരുപാട് ക്യാമറ ആംഗിളുകൾ ഞാൻ നോക്കി ഇവനെ കാണാനില്ല. ഇവൻ കക്കൂസി കിടന്നുറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പുറത്ത് വെളിയിലാരും ഈ പുള്ളിക്ക് അടച്ചിട്ട റൂമിനകത്തിരുന്നാലേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. എനിക്കൊരു സംശയമുണ്ട്, ഇവനെ കാണാനില്ല. ഒരു ഫ്രെയിമിലും കാണാനില്ല. അല്ല, അവനെതിരെ നമ്മൾ ഇത്രയെങ്കിലും പറയണ്ടേന്നേ. ഇത്രയും എന്തെങ്കിലും പറയാതിരിക്കുന്നത് മോശമല്ലേ? എന്തൊക്കെ ഇതാണ് പറയുന്നത്. ഈ എന്തോ മോളെ, ലക്ഷ്മി ചേച്ചിയെ കാണിച്ചു തരാവുന്ന കുളിക്കുക. യെല്ലോ കാർഡിനെ പറ്റി പറയാനോ? എന്താ ഫുട്ബോൾ കളി വല്ലോ ഇത്? എനിക്കറിയില്ല. എടാ എന്തായാലും ചോദിക്കടാ. എന്നാലും ഞാൻ പുല്ലിതെന്ന് പറഞ്ഞ് കുത്തിയിരിക്കുക. ഇനി ഞാൻ ഇതുകൊണ്ട് അവസാനിപ്പിച്ചോണം, ലൈവ് അവസാനിപ്പിച്ചോണം. എൻ്റെ അടുത്ത് ചോദിക്കാൻ വരുന്നവരെ അവസാനിപ്പിച്ചോണം. എനിക്ക് സുഖമൊക്കെ തന്നെ, വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത് ലൈവ് ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ. സിബിനെ പുറത്താക്കിയത് അടുത്ത അഖിൽമാരാകുമോ എന്ന പേടിയിലാണ്. നിങ്ങൾക്ക് എവിടെങ്കിലും അങ്ങനെ തോന്നിയോ? ഞാൻ എന്നെ പറ്റി ഒന്നും പോയിട്ട് പറയാം. 2 ആഴ്ചത്തെ സിബിൻ്റെ പ്രകടനവും, പക്ഷെ സിബിൻ താരതമ്യേന, അതായത് ഈ മറ്റുള്ള മത്സരാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ സിബിൻ്റെ പ്രകടനം ഒരുപാട് ഓഡിയൻസിന് ഒരുപാട് ആശ്വാസം നൽകിയിട്ടുള്ളതായിട്ടും, സിബിന് വന്നതിന് ശേഷം ബിഗ് ബോസിൽ ഒരു ഗെയിമിനകത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് അട്രാക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞ നിലയ്ക്ക് തീർച്ചയായിട്ടും സിബിൻ നല്ല മത്സരാർത്ഥി ആയിരിക്കാം. പക്ഷെ ഞാൻ സിബിൻ്റെ നല്ല കണ്ടന്റ് ഒന്നും കണ്ടിട്ടില്ല. പുള്ളി ജോത്സ്യരായിട്ടുള്ള ഏതോ ഒരു സാധനം എവിടെയോ കണ്ടു. അതിപ്പോൾ ആർക്കാ? ഞാൻ കഴിഞ്ഞ സീസണിൽ ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അകത്തുനിന്ന് ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചാലോ? ഞാൻ കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടുണ്ട്, ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചിട്ടുണ്ട്, ചാക്യാർകൂത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് സെപ്പറേറ്റ് കലാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിപ്പം ബിഗ് ബോസിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കാണിച്ചിട്ട് പോകാവുന്ന സാധനങ്ങളാണ്. മിമിക്രി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊന്നും അല്ല, മറ്റേ അവർക്ക് വേറെ ഓരോരോ പ്ലാൻ കാണും. എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. പുറത്തെ കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചു എന്നതുകൊണ്ടാണ് സിബിനെ പുറത്താക്കിയെന്ന് പറയുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് തിരക്കിട്ട് വേണമെങ്കിൽ പറയാം. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. സിബിൻ താരതമ്യേന മറ്റുള്ള മത്സരാർത്ഥികളിൽ നല്ല മികച്ച പ്ലെയർ ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേൾക്കുന്നു. അത്രയേ ഉള്ളൂ. സഞ്ജു സാംസൺ വേൾഡ് കപ്പ് കളിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കാര്യം സഞ്ജു ഒരുപാട് ഡെവലപ്പായെങ്കിലും, ഒരു ക്രിക്കറ്റർ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലൊക്കെ ഒരുപാട് ഡെവലപ്പായെങ്കിലും സഞ്ജു മത്സരിക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മറ്റുള്ള പ്ലെയേഴ്സുമായിട്ടാണ്. അത്തരം പ്ലെയേഴ്സുമായിട്ടുള്ള മത്സരത്തിൽ സഞ്ജു അവർക്ക് മുകളിലേക്ക് എത്തണം. അതായത് നമുക്കുള്ള ഒരു പ്ലേസ്മെൻ്റ് ഉണ്ടല്ലോ, ആ 5-6 ബാറ്റ്സ്മാൻമാരിലേക്ക് എത്തണം. അപ്പോൾ അത് എത്താൻ സഞ്ജുവിന് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സഞ്ജുവിന് അതിനുള്ള പൊട്ടൻഷ്യലുണ്ട്, സഞ്ജുവിന് അതിനുള്ള ഒരു വിൽ പവർ ഉണ്ട്. ഇത്തവണ അവരെടുക്കില്ലെന്ന് എനിക്കറിയില്ല. അത് ദയവ് ചെയ്ത് ഈ കേരളത്തിൽ കിടന്ന ആൾക്കാർ അതിനെ തെറി വിളിക്കരുത്. നിങ്ങളുടെ കമൻറ്റ് കേട്ടിട്ടൊന്നുമല്ല BCCIയുടെ ഒഫീഷ്യൽ ടീം സെലക്ഷൻ നടത്തുന്നത്. അവർക്ക് കൃത്യമായ